ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. എൻ്റെ പേര് നൈന, കാലിക്കറ്റ് തിരുവമ്പാടി. നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു 6 AM പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. 6 AM പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് കോരിച്ചൊരിയുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു മഴയാണ് അല്ലെ. ശരിക്കും കാലാവസ്ഥ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ്. അപ്പൊ അത്രയ്ക്കും നല്ല പുറത്ത് ഇങ്ങനെ കോരിച്ചൊരിയുന്ന മഴയായാലും ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ മൂടി പുതച്ച് കിടന്നുറങ്ങാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് എനിക്കും വിജയിക്കണം എന്ന അറിവോടുകൂടി ഓരോ വിജയത്തിന്റെ പിന്നിലും നല്ല അറിവുകൾ വേണമെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഇന്നത്തെ ഈ ഒരു 6 AM പ്രോഗ്രാമിൽ ഒരു ലീഡർ നിർബന്ധിച്ചിട്ടല്ല ഇന്ന് കയറിയിരിക്കുന്ന ഓരോ ലീഡറും ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഓരോ 6 AM പ്രോഗ്രാമിലും ഓരോ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്ക് ഇവിടെ ഒരു അറിവുകൾ തരാൻ വേണ്ടി നമുക്കൊരു ഗ്രേറ്റ് ലീഡർ അവൈലബിൾ ആണ്. ഈ ബയോട്ടോറിയം ഞാനും എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് മാഡം ഇവിടെ സംസാരിക്കുന്നത്. മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ, മാഡം കോഴിക്കോട് കോട്ടോളി സ്വദേശിയായ പ്രീതി മാഡാണ്. ഒരു നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തനിക്കുണ്ടായ ഒരു ഹെൽത്ത് ഇഷ്യൂസ് മുഖേന ഈ ഒരു നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് അതിൽ കിട്ടിയ റിസൾട്ടാണ് മാഡം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യം സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ട് വളരെ വലിയൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രീതി മാഡത്തിനെ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിക്കുന്നു. വെൽക്കം പ്രീതി മാം. ഓക്കെ നൈന മാഡം, താങ്ക് യു. ക്ലിയർ ആണോ എന്റെ വോയിസ്? യെസ് മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരെയും. ഗുഡ് മോർണിംഗ് എല്ലാവരെയും. ഞാൻ ഈ ഒരു തണുപ്പായ വെളുപ്പാൻ കാലത്ത് എല്ലാവരെയും ഞാനും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്. നല്ല മഴയാണ് അല്ലെ, റേഞ്ചിന്റെ പ്രോബ്ലം ഒക്കെ വരുമോന്ന് അറിയില്ല, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾക്കായി സമ്മാനിച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം അല്ലെ. ആ ഒരു പ്രാർത്ഥനയോടുകൂടെ തന്നെയാണ് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നതും. എത്രയോ ആളുകൾ ഇന്ന് ഉണർന്നെഴുന്നേൽക്കാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് അല്ലെ. ഇന്നത്തെ പുലർച്ചയും ഇന്നത്തെ പുലർക്കാലവും നമുക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയാം. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം എനിക്ക് ചെയ്യാൻ അവസരം നൽകിയിട്ടുള്ള എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി പറയാണ്. കുറെ കാലമായി രാവിലത്തെ സൂം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമമോ ഒക്കെ പറയുന്നു. പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ വഴുകി പോവുകയാണ്. പിന്നെ ഇന്ന് ചെയ്യാൻ നിർബന്ധമായൊരു കാരണം എന്ന് പറഞ്ഞാല്, ഇന്നലെയും മെനിയാന്നും നമ്മുടെ ചിരിയുടെ രാജകുമാരൻ യൂന സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ സൂമില് അത് എടുത്തു പറഞ്ഞപ്പോ ശരിക്കും മനസ്സിലൊന്ന് കുത്തിയില്ലേ. ചില കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉള്ളിലേക്ക് നല്ല രീതിയിൽ തുളഞ്ഞു കയറുമ്പോഴാണ് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. ഇന്നലെ സൂം പ്രോഗ്രാമിൽ സാർ അത് പറഞ്ഞപ്പം എന്താണ് കുറെ കാലമായില്ലേ പറയുന്നത്, എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ ലീഡേഴ്സൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നോണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളായിട്ടില്ല. അപ്പോ എന്റെ അറിവിലൂടെ ഞാൻ ഈ ഒരു ബയോട്ടോറിയത്തിലേക്ക് വരാനുള്ള കാരണം എന്നെയുമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് പ്രീതി, കോഴിക്കോടാണ്, കോട്ടൂളിയാണ് സ്ഥലം. ഈ ഒരു ബയോട്ടോറിയം ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്. നമ്മളൊക്കെ അധിക പേരും കടന്നു വന്നിട്ടുണ്ടാവുക അത് തന്നെയായിരിക്കും അല്ലെ. നമ്മളെ ആരോഗ്യ പ്രശ്നം തന്നെയായിരിക്കും ഭൂരിഭാഗം ആളുകളെയും ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതിനു പറ്റിയ നല്ലൊരു ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളിലേക്ക്, ദൈവഭാഗ്യം പോണോ നമ്മളിലേക്കൊക്കെ വന്നിട്ടുള്ളത്.
അത് നമ്മളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി മനോജ് സാറിന് നന്ദി പറയാതെ നമുക്കൊരു ദിവസവും തുടങ്ങാൻ പറ്റില്ല അല്ലെ. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് നമ്മളെ കേരളത്തിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്താൻ, നമ്മളൊക്കെ ഇതില് ഇങ്ങനെ ആരോഗ്യത്തോടു കൂടെയും സാമ്പത്തികത്തോടു കൂടെയും ഇരിക്കാൻ കാരണം. അപ്പൊ അദ്ദേഹത്തിന് ഒരു നന്ദി പറയുകയാണ്. പിന്നെ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ്, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് തെറാപ്പി നമ്മളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ സാഗർ ജോഷി സാറിന്, ഒരു ദൈവതുല്യനായ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അതേപോലെ എന്നിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്താൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഷാജി സാറാണ്. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞാനും ഇന്ന് ഇവിടെ ഇങ്ങനെ ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നത്. രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള ഷാജി സാറ്, അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു അവസരം എനിക്ക് തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം, ഈ ഒരു അവസരത്തിലേക്ക് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി തന്നെയാണ്. നയന മാഡം എന്നെ പരിചയപ്പെടുത്തി. ഞാനൊരു നേഴ്സായിരുന്നു, അവിടെ കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു. കുറച്ചു കാലം മുന്നേ എനിക്കുണ്ടായ ഒരു ആരോഗ്യ പ്രശ്നം, അതായത് ഡിസ്ക് പ്രോബ്ലം. അറിയാം, അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിന്റെ പെയിന് എത്രത്തോളം ഉണ്ടെന്നുള്ളതും, അത് നമ്മളെ ഡെയിലി നമ്മൾക്ക് ഭയങ്കരമായ ഒരു അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് എന്നുള്ളതും. കാരണം നമ്മൾക്ക് ശരിയായ രീതിയിൽ നമ്മളെ ആരോഗ്യം മോശമാവുന്ന സമയത്താണ് നമ്മളെ ആരോഗ്യത്തെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും ഓർക്കുക അല്ലെ. അതുവരെ നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടെ ഇരിക്കുമ്പോ നമ്മൾ ഒന്നും ആലോചിക്കാതെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഓടിപ്പായാണ്. അപ്പൊ എല്ലാരും ഒന്ന് മ്യൂട്ടാക്കി വെക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കഴിയുന്ന ആളുകൾക്ക് അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടിലുള്ള സംസാരങ്ങൾ ഇങ്ങോട്ടേക്ക് കേൾക്കാതിരിക്കാൻ. അതേപോലെ തന്നെ ഒന്നുകൂടെ പറയാം, നമ്മളെ വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ഓണാക്കിയിരിക്കുക. പറ്റാത്ത ആളുകൾ, പല പ്രോബ്ലം കൊണ്ട് പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഓഫാക്കി തന്നെ കേട്ടോളൂ. നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് അല്ലെ. ഓരോ ദിവസവും ഓരോ ലീഡേഴ്സും നമുക്ക് ഓരോരോ കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ആ ഒരു ഡിസ്ക് പ്രോബ്ലം, കുറച്ച് നമ്മള് സ്ത്രീകളാകുന്ന സമയത്ത് നമ്മളെ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചിട്ട് ശരിക്കും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടുകൂടെ നോക്കും, പക്ഷെ നമ്മളെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കില്ല. അതേപോലെ പെയിന് തുടങ്ങിയപ്പോൾ അതൊക്കെ വെച്ച് നമ്മളെ വർക്കായിട്ട് മുന്നോട്ടേക്ക് പോകും. പക്ഷെ അധികമാകുന്ന സമയത്താണ് നമ്മൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ, ആ വേദന സഹിക്കാൻ പറ്റാത്ത സമയത്തായിരിക്കും നമ്മളൊന്ന് നോക്കുക. അതേപോലെ തന്നെയാണ് ഞാനും. ഒരു ബാക്ക് പെയിൻ, ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് പിന്നെ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. വണ്ടിയൊക്കെ ഓടുന്ന സമയത്ത് എവിടെയെങ്കിലും വണ്ടി അവിടെ നിർത്തിയിട്ട് പോരാനൊക്കെ തോന്നും. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്ന സമയത്താണ് ഡോക്ടറെ കാണിക്കാൻ നോക്കുന്നത്. ഇപ്പോ പെയിന് ആദ്യം തന്നെ അവര് തരിക എന്താണ്, നമ്മൾ ആശുപത്രിയിൽ എത്തിയാല് നമ്മൾക്ക് മരുന്നുകൾ ആദ്യം തന്നെ നമ്മളെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് നമുക്ക് തരും, പെയിൻ കില്ലർ തരും. പെയിന് അത് തന്നെയേ ഉള്ളൂ അല്ലേ നിവൃത്തി. ഒരു പെയിൻ കില്ലർ തന്നു, പക്ഷെ അതൊന്നും കഴിച്ചിട്ട് നീരിനും പെയിനും ഒക്കെ ഉള്ള മെഡിസിൻസ് തന്നു. പക്ഷെ അതൊന്നും കഴിച്ചപ്പോഴൊന്നും ആശ്വാസം ഉണ്ടായില്ല. പിന്നെയും പെയിന് കൂടുക ചെയ്തല്ലേ. എടുത്ത സമയത്ത് തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു വേഗം തന്നെ MRI സ്കാൻ ചെയ്യണമെന്ന്. അപ്പൊ MRI സ്കാൻ ചെയ്യാൻ പറയുന്ന സമയത്തേക്ക് തന്നെ എനിക്ക് പക്ഷെ തീരെ നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ്, ഞാൻ ഇപ്പോഴും ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്, അപ്പൊ ആ സമയത്താണ് നമുക്ക് ഇരിക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഒരു ചെയർ കാണുമ്പോൾ അതിൽ ഇരിക്കുമ്പോൾ എത്രമാത്രം സുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നത് ആ ഒരു സമയത്താണ്. പക്ഷെ എന്ത് കണ്ടാലും അവിടേക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു സ്റ്റാച്ചു മാതിരി ഇങ്ങനെ പതിയെ നടക്കാം എന്നല്ലാതെ ഒന്ന് ഇരിക്കാനോ ഒന്ന് കുനിയാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ MRI സ്കാനിങ് ഒക്കെ ചെയ്ത സമയത്താണ് L4 L5 ഡിസ്ക് ഞരമ്പ് ജാം ആയതാണ്, ബൾജായതാണ്. അപ്പോഴത്തേക്ക് എന്റെ ഇടത്തെ കാലിലേക്കും ആ ഒരു പെയിന് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടത്തെ കാലും തരിപ്പും വേദനയും ഒക്കെ ആയി. അപ്പൊ ഈ പെയിൻ കില്ലർ 3 നേരവും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലർ കഴിക്കണം, എനിക്കൊന്ന് നിൽക്കണമെങ്കിൽ, കരയാതിരിക്കണമെങ്കിൽ. ആ ഒരു സ്ഥിതിയിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, നമ്മുടെ ഓരോ അവയവത്തിനെയും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയിൻ കില്ലർ കഴിക്കുന്നത് അത്രയും പെയിൻ ഉള്ളപ്പോൾ മാത്രമേ കഴിക്കാവൂ എന്നുള്ളതാണ്. പക്ഷെ 3 നേരവും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലർ എനിക്ക് കഴിക്കാം.
അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ചിന്തിക്കും അടുത്ത് തന്നെ എന്റെ കിഡ്നി ലിവർ ഒക്കെ പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്താണ്, നമുക്ക് പെയിന് മാറണമെങ്കിൽ ഈ ഒരു പെയിൻ കില്ലറേ ഉള്ളൂ നമ്മളെ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുതരുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്താണ് ഒരു മാറ്റം? പിന്നെ ഡോക്ടർ പറഞ്ഞത് എന്താണ്, ഇനി വീട്ടിൽ ചെന്നാൽ ഉടനെ ആ ഒരു 2 വീലർ വിൽക്കുക, ഇനി അത് ജീവിതത്തിൽ ഓടിക്കാനേ ചിന്തിക്കേണ്ട, പിന്നെ വെയിറ്റ് ഉള്ളതൊന്നും എടുക്കണ്ട, കുനിഞ്ഞു ജോലി എടുക്കണ്ട. കുനിഞ്ഞു ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പതിയെ പോലും കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ വീട്ടിലെ ജോലികളെല്ലാം പിന്നെ ഒന്നും എടുക്കാൻ പറ്റാതെ, കാരണം ഞാൻ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത ആളാണ്. വീട്ടിലുണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഒരു റെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ആ അവസ്ഥയിൽ നിന്നാണ് ഒരു ജോലിയും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയത്. അപ്പൊ ഹസ്ബൻഡ് മോളും ഒക്കെ പിന്നെ വീട്ടിലത്തെ ജോലികൾ എടുക്കുന്നത്. പക്ഷെ അത് കണ്ടപ്പോ തന്നെ നമുക്കറിയാം, ഒരാളെ ബുദ്ധിമുട്ടിച്ച് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു നമ്മുടെ ജീവിതത്തിലെ വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മളെ കാര്യങ്ങൾ നമ്മൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിൽ നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ അസുഖം വരുന്ന സമയത്താണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ്, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ദൈവത്തിനെ ഒന്നുകൂടെ കൂടുതൽ വിളിക്കുക അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്താണ് നമ്മൾ ദൈവത്തിനോട് കൂടുതലായിട്ട് പ്രാർത്ഥന തുടങ്ങുക. അല്ലാത്ത സമയത്ത് നമ്മൾ അത്രയൊന്നും ചിന്തിക്കില്ല. അപ്പൊ അതേപോലെ തന്നെ ഞാനും ദൈവഭക്ത തന്നെയാണ് കേട്ടോ, കൂടുതലില്ലെങ്കിലും. പക്ഷെ എന്താണ് ഇതിനൊരു പോംവഴി ഭഗവാനെ, എനിക്കൊന്ന് എന്റെ കാര്യങ്ങളൊന്ന് ശരിയായിട്ട് ചെയ്യാൻ, വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് എടുക്കാൻ, പിന്നെ ഓപ്പറേഷൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ ഒരു ഡിസ്ക് പ്രോബ്ലത്തിന് പിന്നെയുള്ള ഒരു സൊല്യൂഷൻ അത് തന്നെയുള്ളൂ. അപ്പൊ ഓരോ ഓപ്പറേഷൻ ഞാൻ അന്നപ്പോ തന്നെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ 20-30 ഒക്കെ കഴിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ബഡ്ജറ്റ്. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ അറിയാം എത്രമാത്രം നമ്മളെ പൈസ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും പിന്നെ എന്താണ്, ഇതിനുള്ള ലാസ്റ്റ് പോകാൻ വഴി അത് തന്നെയുള്ളൂ. അപ്പൊ ഒഴിച്ചിലുകാരെടുത്ത് പോയി. അപ്പൊ അവരും ഒരു 3 വർഷം തുടർച്ചയായിട്ട് ഒഴിയ ഓരോ ഒഴിച്ചിലിനും 50,000-60,000 ഒക്കെ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു ഓപ്പറേഷത്തിനാണെങ്കിൽ ഒരു 2-2.5 ലക്ഷം ഒക്കെ ക്യാഷ് ആവും എന്നുള്ളതാണ്. അപ്പൊ ഒരവസ്ഥയിലാണ് എന്ത് ചെയ്യും, ഇതൊന്ന് മാറി കിട്ടാൻ ദൈവത്തിനോടുള്ള പ്രാർത്ഥന ആ സമയത്ത് കൂടുതലായി. അപ്പൊ ദൈവം നമുക്ക് നേരിട്ടൊന്നും കൊണ്ടുതരില്ല അല്ലെ. അപ്പൊ ആ ഒരു സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഷാജി സാറ് പറയുന്നതും. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നതിന്റെ മുന്നേ തന്നെ ഇതിന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് മുന്നേ വേറെ ഒരു ഇതേപോലുള്ള ഒരു ഡയറക്ട് സെല്ലിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള നമുക്ക് വെൽനെസ് പ്രോഡക്റ്റുകളിൽ ഉള്ളിലേക്ക് കഴിക്കേണ്ട പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെയുള്ള ഒരാള് ഈ ഒരു പ്രോഡക്റ്റ്, അതിൽ തടി കുറയാനുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ഏതാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ അത് ഒരു ആൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓവറായിട്ട് എന്താണ് വെരിക്കോസ് വെയിന്റെ പ്രശ്നമൊക്കെ ഉള്ള ആളായിരുന്നു. അതൊക്കെ അങ്ങോട്ട് കൂടി. ഈ തടി കുറയാനുള്ള പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ തടി കുറയല്ല ചെയ്തത്, നീര് വന്നു, വീർത്തു, അവരുടെ ചൊറിച്ചില്, അവര് ദേഹമാസകലം ചൊറിച്ചില്, ആകെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ അവര് ഭയങ്കര പ്രയാസം. അതും ആ ഒരു പ്രൊഡക്റ്റിന് 10,000 രൂപയോളം വരുന്നുണ്ട്. അതും കൊടുത്തിട്ടാണ് അവരത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ ചില അവരെ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. അവർ കേസ് കൊടുക്കാൻ വരെ പോയി. ഈ ഒരു പ്രൊഡക്റ്റ് വേറെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ. അപ്പൊ അവിടെ നിന്നും എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സാർ അറിഞ്ഞതും സാറ് അവർക്ക് ഒരു പരീക്ഷണാർത്ഥം ഇത് കൊടുക്കണതും. അപ്പൊ എന്നോട് അതിന്റെ ഒരു അഭിപ്രായം ചോദിച്ചു. അപ്പൊ ഉള്ളിലേക്ക് കഴിക്കാനായിട്ടൊന്നുമില്ല, പുറമെ നമുക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ. അപ്പൊ അത് ഉപയോഗിച്ചു. പക്ഷെ മിറാക്കിൾ, അവര് പിന്നെ ഡോക്ടറെ കാണിച്ചു, എന്ത് കാണിച്ചിട്ടും അവർക്കത് മാറുന്നില്ല. ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ അസഹനീയമായിട്ടുള്ള ചൊറിച്ചില്, കാലൊക്കെ എന്താ പറയാ പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ അവർക്ക് കൊണ്ടുകൊടുത്തത്. അവരോട് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. എക്സ്റ്റേണൽ ആയതുകൊണ്ട് ഉള്ളിലേക്കൊന്നും കഴിക്കാനുള്ള ഇല്ലാത്തതായതുകൊണ്ട് അവര് നിർബന്ധപൂർവ്വം കൊടുത്തപ്പോ അവരത് ഉപയോഗിക്കാൻ തയ്യാറായി. അവര് കേസ് പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും
എന്റെ കൂടെയുള്ള ഒരാളാണ്, അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. നമ്മള് ഏതൊരു കാര്യത്തിലും നമ്മളെ കൂടെയുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും കൈവെടിയരുത്. പക്ഷെ ആ ഒരു സമയത്തും മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ കൈവെടിഞ്ഞു. ആരോടാണ്, ആര് ചോദിച്ചിട്ടാണ് രോഗിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരൊക്കെ കൈവെടിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെയും ഷാജി സാറാണ് ഒരു സഹായമായിട്ട് വന്നത്. അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റ് അവർക്ക് കൊണ്ടുകൊടുത്തു. അവർ ഉപയോഗിച്ച സമയത്ത് അമേസിങ് റിസൾട്ട്. ആദ്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഞാൻ അങ്ങനെയാണ് അറിയുന്നത്. അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ നീര് പോയി, കാലിന്റെ വെരിക്കോസ് വെയിനൊക്കെ നല്ല മാറ്റം വന്നു. അടിപൊളിയായിട്ടുള്ള റിസൾട്ട്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. പക്ഷേ ഇതിങ്ങനെ പെയിന് മാറാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുമോന്ന് അറിയില്ലായിരുന്നു. അന്നപ്പോഴാണ് എന്റെ ഈ ഒരു പ്രോബ്ലം വന്നപ്പോ സാറ് എന്നോട് പറഞ്ഞു, അതൊന്ന് ഉപയോഗിച്ച് നോക്ക്, പുറമെ ഉപയോഗിക്കാനല്ലേ ഉള്ളൂ. മരുന്നുകൾ ഞാൻ ഇഷ്ടംപോലെ കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്റെ ഡിസ്ക് പ്രോബ്ലം മാത്രമല്ല, പല പ്രോബ്ലവും എനിക്കുണ്ട്. അപ്പൊ എല്ലാത്തിനും മരുന്ന് കുടിക്കുന്ന ഒരാളാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഞാൻ എന്തായാലും എത്തണം. കാരണം എന്താ വെച്ചാൽ ലോ BP ആണ്, അസിഡിറ്റിയുടെ പ്രശ്നം കൂടുതലായിട്ട്. കാരണം നമുക്കറിയാം, ഒരു നേഴ്സ് ആയിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റില്ല. അതൊക്കെ കൂടി അസിഡിറ്റിയുടെ പ്രശ്നം കൂടി. 2 പ്രാവശ്യം എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തതാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതെയായി. തൊണ്ടയിലേക്ക് എന്ത് കഴിക്കുമ്പോഴും തൊണ്ടയിലേക്ക് ഒരു തടഞ്ഞ് കയറി വരുന്നത് പോലെ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വേറെ എന്തോ അസുഖമാണെന്ന്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ അസുഖത്തിലേക്കാണ് നമ്മളെ ചിന്ത വരിക അല്ലെ. അങ്ങനെ എന്തോ മാരകമായ അസുഖമാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ അങ്ങനെ പിന്നെ ഫൈബ്രോയിഡ് നമ്മളെ സ്ത്രീകൾക്കൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു 100% സ്ത്രീകളെ എടുത്താൽ 80% സ്ത്രീകൾക്കും ഈ ഒരു പീരിയഡ്സിന്റെ പ്രോബ്ലം ഉണ്ട്, അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ ഒരു ഡിസ്ക് കംപ്ലൈന്റിന്റെ പെയിന് കുറയാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് സാറ് തന്നെയാണ് എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് കൊണ്ടു തന്നത്. ഉപയോഗിച്ച് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ എന്റെ പെയിനൊക്കെ നല്ലൊരു ആശ്വാസം വന്നു. എനിക്ക് ഇരിക്കാൻ പറ്റാനായി. അതന്നെ എന്റെ ഒരു ഭാഗ്യാണ്. നമ്മൾക്ക് എത്രയോ ദിവസമായിട്ട് മര്യാദയ്ക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. ഒരു 5 മിനിറ്റ് പോലും നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞു ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ല വ്യത്യാസം വന്നു. എന്റെ പെയിനൊക്കെ കുറവ് വന്നു. എനിക്ക് ജോലികളൊക്കെ എടുക്കാനായി തുടങ്ങി. ഒരു അമേസിങ് റിസൾട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ എത്ര ദിവസങ്ങളോളായി മെഡിസിൻ കഴിക്കുന്ന ഞാൻ ഈ മെഡിസിനൊക്കെ ഓരോന്നോരോന്നായിട്ട് കുറയാൻ തുടങ്ങി. അതെന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റം തന്നെയാണ്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റിയതിൽ എന്റെ ആരോഗ്യം. പക്ഷേ എന്റെ ഈ ഒരു ഡിസ്ക് പ്രോബ്ലം മാത്രമല്ല വേറെ കുറെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിൽ നിന്നും എനിക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതായത് എനിക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റാൻ തുടങ്ങി. എന്തിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ലാതെയായി. അല്ലെങ്കിൽ ബിരിയാണി, പൊരിച്ചത് ഇതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും ഇഷ്ടമാണ് നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാൻ. പക്ഷെ അതൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാല് അതൊക്കെ നമുക്ക് വരുന്ന സമയത്തേ ഉള്ളൂ നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചിന്ത ഉണ്ടാവുക. അപ്പോ ഈ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടതൊക്കെ കഴിച്ചാലും യാതൊരു ബുദ്ധിമുട്ടും വരാത്ത ഒരവസ്ഥയായി. അല്ലെങ്കിൽ എരിവുള്ളതോ പൊരിച്ചതോ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലോ BP വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ട്രിപ്പ് കയറ്റണം. ഇതൊക്കെ കഴിഞ്ഞാലാണ് ഒന്നുകൂടെ ഒന്ന് റെഡി ആയിട്ട് വരിക. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല വ്യത്യാസം വരാൻ തുടങ്ങി. നല്ല വ്യത്യാസം വന്നു. അപ്പൊ ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ പെയിന് കുറയും എന്നുള്ള ചിന്തയിലാണ് ഞാൻ കാര്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. പക്ഷെ പെയിന് കുറയുക മാത്രമല്ല, ഈ എല്ലാ പ്രോബ്ലത്തിനും ഓരോ ദിവസവും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇന്ന് ഞാന് യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു മെഡിസിനും ഇല്ലാതെ ഇങ്ങനെ ആരോഗ്യത്തോടു കൂടെ ഇരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു വൈബ്രട്ടോറിയം പ്രോഡക്റ്റ് തന്നെയാണ്. അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇതിലേക്ക് എത്തിച്ചു തന്ന ഷാജി സാറിനോടും നമ്മളിലേക്കൊക്കെ എത്താൻ കാരണക്കാരനായിട്ടുള്ള നമ്മുടെ മനോജ് സാറിനും ഒക്കെ ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടെ നന്ദി പറയാണ്.
നമ്മൾ ഏത് കാര്യങ്ങള് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ അത് വിശ്വാസത്തോടു കൂടെ നമ്മൾക്ക് അതിൽ നിന്ന് ഒരു രക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ തന്നെ നമ്മൾ ഏത് കാര്യങ്ങളും ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പൊ എന്റെ ഈ ഒരു വ്യത്യാസം എനിക്ക് എന്റെ വ്യത്യാസം കണ്ടിട്ട് തന്നെ ഓരോ ആളുകൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ചോദിക്കാൻ തുടങ്ങി. നമ്മൾക്ക് കിട്ടിയ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമ്മള്. അപ്പോ ആ ഒരു വ്യത്യാസം നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ഏത് കാര്യം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. എന്റെ ഈ ഒരു റിസൾട്ട് നമ്മൾക്ക് കിട്ടിയ ഈ ഒരു അനുഭവം, എന്റെ അനുഭവത്തിലൂടെ ഞാൻ ഈ വീട്ടില്, പിന്നെ എന്റെ വീട്ടില് ഈ ഒരു മേശപ്പുറത്ത് നമ്മളുടെ വാട്ടർ എനർജി പാഡ് ചുറ്റിയിട്ടുള്ള ബോട്ടില് വന്നു തുടങ്ങിയതോടുകൂടെ എല്ലാവരും ആ വെള്ളം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ ഈ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ. ആ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആണ് എന്റെ ആ ഒരു അസിഡിറ്റിയുടെ പ്രശ്നം മാറ്റി തന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസമായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു വെള്ളം എല്ലാവരും വീട്ടിൽ കുടിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടില് എല്ലാവർക്കും മാറ്റങ്ങളിലേക്ക് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഞാനും എന്റെ മക്കളും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനും മകൾക്കും മൈഗ്രെയിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മൈഗ്രെയിൻ അനുഭവിച്ച ആളുകൾക്ക് അറിയാം, അത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം അവരുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാലോ ഒരു ഫംഗ്ഷന് പങ്കെടുത്ത് കഴിഞ്ഞാലോ അവര് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു തലവേദന സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്താണ്, തുണിയൊക്കെ വരിഞ്ഞ് മുറുക്കി കെട്ടി, തോർത്തൊക്കെ വരിഞ്ഞ് മുറുക്കി കെട്ടി തലയ്ക്ക് കെട്ടി കിടക്കുകയാണ് ചെയ്യുക. പിന്നെ അവർക്ക് ശബ്ദം കേൾക്കാനോ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാനോ ഒരു റൂമിൽ ഒരു ലൈറ്റ് ഇടാനോ പോലും സമ്മതിക്കില്ല. അത്രയ്ക്കും ഭയങ്കര പെയിനാണ്. പിന്നെ ഈ ഒരു പെയിൻ കൂടുന്ന സമയത്ത് ഒരു പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പെയിൻ കില്ലർ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. പക്ഷെ ഈ ഒരു പെയിൻ വരുന്ന സമയത്ത് അത് തന്നെയാണ് അവരുടെയും അവസ്ഥ. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് വീട്ടിലെത്തിയതോടുകൂടെ ഈ വെള്ളമാണ് അവരെല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ തലവേദന വരുന്ന സമയത്ത് നമ്മളുടെ ഒരു ബാൻഡ് ഒന്ന് ചുറ്റി കിട്ടും. അത് ദിവസമൊന്നുമില്ല, എപ്പോഴെങ്കിലും. പക്ഷെ അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. കാരണം ഇപ്പൊ നമ്മളെ ആ ഒരു മാറ്റം, ഈ ഒരു വെള്ളത്തിന്റെ മാറ്റം തന്നെ നമ്മളെ വീട്ടില് അമേസിങ് റിസൾട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി മാറി വരുന്നത് നമ്മളെ വീട്ടിൽ തന്നെ അനുഭവത്തിൽ വന്നു. ഈ ഒരു അനുഭവം നമ്മളെ വീട്ടിൽ കിട്ടിയിട്ടുള്ള നമ്മളെ അനുഭവം നമ്മൾ എന്താണ് മറ്റുള്ളവർക്കും പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ആ ഒരു പങ്കുവെക്കലിലൂടെ എന്റെ ഈ ഒരു റിസൾട്ട് മറ്റുള്ളവരിലേക്ക് ഞാൻ പതിയെ എത്തിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളെ ഈ ഒരു റിസൾട്ട് നമ്മളേക്ക് എത്തിച്ച ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കമ്പനി ഒരു വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യവും ആ ഒരു അവസരത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ഉടനെ തന്നെ ഒരു കമ്പനി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. നമ്മുടെ സാഗർ ജോഷി സാറിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം. അദ്ദേഹത്തെ കണ്ടിട്ടുള്ള വ്യക്തികൾക്കൊക്കെ അറിയാല്ലേ, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു മാറ്റം കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസരിപ്പ്, ആ ഒരു തേജസ് നമ്മളിലേക്ക് ഒഴുകുന്നത് പോലെയാണ്. അദ്ദേഹത്തെ കണ്ടു വന്നിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ബിസിനസ്സിൽ നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എല്ലാരോടുമുള്ള ആ ഒരു പെരുമാറ്റം, ഇത്രയും വലിയ കോടീശ്വരനായിട്ടും ഇത്രയും വലിയൊരു ബിസിനസ് മാൻ ആയിട്ടും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള യാതൊരു ജാടയും ഇല്ലാതെ എല്ലാ ആളുകളോടും സ്നേഹത്തോടു കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം അതൊരിക്കൽ കൂടെ ഇപ്പൊ അടുത്ത് കമ്പനി വിസിറ്റ് ചെയ്യാൻ പോയപ്പോ അതൊരിക്കൽ കൂടെ അനുഭവിച്ചറിയാൻ പറ്റി. അപ്പൊ ആ ഒരു കമ്പനി വിസിറ്റ് ചെയ്യലിലൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതിന്റെ മുന്നേ വർക്ക് ചെയ്ത കമ്പനി എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതിന്റെ കമ്പനിയുടെ MD ഒന്നും കണ്ടിട്ടില്ല, കുറച്ച് വർഷങ്ങളോളം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും. പക്ഷെ ഈ ഒരു കമ്പനിയുടെ MD കുറിച്ചിട്ടും ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ടും നമുക്ക് നേരിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അറിയാം എന്നുള്ളതുമാണ് നമ്മുടെ കമ്പനിയുടെ ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
MD ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റും. അവിടെ നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും പോയി ആ ഒരു കമ്പനി വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഒന്നുകൂടെ ഒരു തീർച്ചയായില്ലേ, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നേരിട്ടുള്ള അനുഭവത്തിലൂടെ ഒന്നുകൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പതിയെ ഞാൻ ഓരോ ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എത്തിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾ കേൾക്കാത്ത സംഭവമായതുകൊണ്ട് ആളുകള് അത് നിരസിക്കുകയാണ് ചെയ്യുക അല്ലെ. നമ്മൾ എന്തിനാണ് ഡോക്ടേഴ്സ്, നമ്മളൊക്കെ കേൾക്കുന്ന കാര്യമായിരിക്കും, പിന്നെ എന്തിനാണ് ആശുപത്രി, എന്തിനാണ് ഡോക്ടേഴ്സ് എന്നാണ് നമ്മളോട് ആദ്യം ചോദ്യം വരിക. പക്ഷെ നമ്മളത് നമ്മളുടെ അനുഭവത്തിലൂടെ ഹൃദയം തൊട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ ഇതിൽ വേറെ ഒരു കള്ളത്തരവും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. നമ്മൾ ഇതിന്റെ അനുഭവം അനുഭവിച്ചറിഞ്ഞാൽ നമ്മൾ മാത്രം അനുഭവിക്കാതെ നമ്മളെ ഈ ഒരു സമൂഹത്തിൽ എത്രയോ ആളുകളുണ്ടല്ലേ രോഗാവസ്ഥയിൽ കിടക്കുന്ന, മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഈ ഒരു മരുന്നിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകള്, പിന്നെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകള്, എത്രയോ ആളുകളുണ്ട് നമ്മളെ സമൂഹത്തിലേക്ക്. നമ്മൾ അവരുടെ അടുത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലണം. ഇറങ്ങാതിരിക്കരുത്. നമ്മള് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾക്ക് പല പല അനുഭവങ്ങൾ ഉണ്ടാവാനും അതിൽ നിന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ എത്തിക്കുന്ന സമയത്ത് പല ആളുകൾ റിജക്ട് ചെയ്താലും പല ആളുകൾക്കും ഇത് ആവശ്യമാണ്. പല ആളുകളും ചെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിന്റെ ക്യാഷ് എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് വാങ്ങാനും തയ്യാറാവും. അങ്ങനെയുള്ള ആളുകൾ ആരാണ്? നമ്മളെ പോലെ ദൈവാനുഗ്രഹം ലഭിച്ച ആളുകളാണ് അല്ലെ. നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അനുഭവിച്ചറിയണമെങ്കിലും നമ്മൾക്ക് ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിലും നമുക്കൊരു ദൈവാനുഗ്രഹം ഉള്ള ആളുകളാണ്. നമ്മളൊക്കെ ആ ഒരു അനുഗ്രഹം കിട്ടിയ ആളുകളാണ്. നമ്മളൊക്കെ ഒരു ദൈവദൂതന്മാരാണ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ പ്രാപ്തരാണ്. നമ്മള് യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. നമ്മളെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ പതിയെ പതിയെ നമ്മളുടെ പ്രൊഡക്റ്റുകൾക്ക് ആവശ്യക്കാരുണ്ടാവും. തുടക്കത്തിലൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. റിജക്ട് ചെയ്യുന്ന ആളുകൾ എന്താണ്, അവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള ഭാഗ്യമില്ല, സമയമായിട്ടില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ നമ്മള് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പതിയെ ഓരോ ആളുകളിലേക്കും പ്രൊഡക്റ്റ് എത്തിക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് പഠിക്കാൻ തയ്യാറായി. കാരണം നമ്മൾക്ക് അറിയാത്തൊരു മേഖലയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് അല്ലേ. ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കാം, ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം കേട്ടിട്ടായിരിക്കാം ഉപയോഗിച്ച് നമ്മളെ ആരോഗ്യം നമുക്ക് കിട്ടി. 100%, 110% നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് സത്യസന്ധമായിട്ട് നമ്മൾക്ക് അത് കിട്ടുന്നതായിരിക്കും അല്ലെ, വിശ്വാസത്തോടു കൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാല്. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് എത്തിച്ചു കഴിഞ്ഞാല്, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ആ ഒരു ഫോളോ അപ്പ് ചെയ്യണമെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ഈ കാര്യത്തെ കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കണം അല്ലെ. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, ഇതിൽ വിജയിച്ച ആളുകൾ, വിജയിച്ച ലീഡേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളെ എല്ലാ ലീഡേഴ്സും നമുക്ക് ഓരോ പ്രോഗ്രാമുകൾ നമുക്ക് ദിവസവും വെച്ച് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ മനോജ് സാറ് നമുക്ക് വേണ്ടിയിട്ട് എന്നും രാവിലെ, അദ്ദേഹം എത്ര രാത്രി നേരം വൈകി കിടന്നുറങ്ങിയാലും എന്ത് റിസ്ക് ഉണ്ടെങ്കിലും രാവിലെ ഉണർന്നു കഴിഞ്ഞിട്ട് 6 മണിക്ക് ഈ ഒരു 5:55 ആവുമ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തരികയാണല്ലേ. അതിന് അദ്ദേഹത്തിനോട് നമ്മൾക്ക് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കാരണം അദ്ദേഹം ഈ ഒരു പ്രോഗ്രാം നമുക്ക് തരുന്നത് കൊണ്ടാണ് നമുക്ക് രാവിലെ തന്നെ ഈ ഒരു അറിവ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോ ആ ഒരു പ്രോഗ്രാം നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? നമ്മൾ അത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഈ ഒരു അവസരത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെയാണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലൊരു ബിസിനസ് അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പഠിക്കാൻ തയ്യാറായി. ഒരു പ്രോഗ്രാമില് ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോവാൻ തയ്യാറായി എന്നുള്ളതാണ്. എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യും. തുടക്കത്തിൽ തൃശ്ശൂർ
ഉള്ള ഒരു സാറിലൂടെയാണ് ഞങ്ങൾക്ക് ഇത് എത്തിയിട്ടുള്ളത്. അപ്പൊ തൃശ്ശൂരാണെങ്കിലും എവിടെയാണെങ്കിലും റിസ്ക് എടുത്തിട്ട് പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടാൽ അവിടെ എത്തുമായിരുന്നു. അപ്പൊ ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഓരോ കാര്യങ്ങളും അറിവ് കിട്ടുക. പിന്നെ അന്നുണ്ടായിരുന്നു രാവിലത്തെ പ്രോഗ്രാമുകൾ എന്നും 6 മണിക്ക്. അപ്പൊ ആ പ്രോഗ്രാമിലൊക്കെ കയറും. ഏത് പ്രോഗ്രാമിലും എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യും. ഓരോ പ്രോഗ്രാമിൽ നിന്നും ഓരോ അറിവുകളാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഏത് അറിവുകളും നിസ്സാരമല്ല. ഏതാളിൽ നിന്ന് കിട്ടുന്നതും നിസ്സാരമായിട്ട് നമ്മൾ കാണാനേ ശ്രമിക്കരുത്. ഓരോ ആളിൽ നിന്നും ഓരോ അനുഭവങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെയാണ് അവര് നമ്മൾക്ക് അറിവുകൾ തരുന്നത്. അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ രാവിലെ ആണെങ്കിലും നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ ലേഡീസ് ഒക്കെ ആവുന്ന സമയത്ത് അടുക്കളയിലൊക്കെ പല ആളുകളും അങ്ങനെ എക്സ്ക്യൂസുകളൊക്കെയാണ് പറയാ. രാവിലെ പണിയില്ലേ, ജോലിയില്ലേ, അതിന്റെ ഇടയിലൂടെ എങ്ങനെയാണ് ഇതൊക്കെ കേൾക്കാനുള്ള ടൈം എന്ന്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ വിചാരിക്കണം. ഏതൊരു കാര്യമായാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇപ്പൊ രാവിലെ അടുക്കള ജോലിയുടെ ഉള്ളിലായാലും എന്തായാലും നമ്മൾ അത് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത്. രാവിലത്തെ പ്രോഗ്രാം ഒക്കെ നമ്മൾ കേട്ടാൽ മതി. വീഡിയോവും ഓഡിയോ ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ലല്ലേ. ഓരോ ആളുകളും ഓരോ ലീഡേഴ്സും നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് നമ്മളിലേക്ക് കൊണ്ടുതരുന്നത്. അത് നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറാവുക രാവിലെ തന്നെ. ആ ഒരു രാവിലെ ഏത് കാര്യവും രാവിലെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഉള്ളിലേക്ക്, നമ്മളെ മൈൻഡിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാവിലത്തെ ഈ ഒരു പ്രോഗ്രാം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എനർജിയാണ്. അത് ഇത് രാവിലെ കയറുന്ന ആളുകൾക്ക് അറിയാം. നമ്മുടെ ഫോണിലൊക്കെ ഒരു ചാർജ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും. നമുക്കൊരു ചാർജാണ്. നമുക്ക് ചിലപ്പോ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ്സുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു മടുപ്പ് വരാൻ സാധ്യത ഉണ്ടാവും അല്ലെ. വാങ്ങിക്കാതിരിക്കുമ്പോൾ നമ്മൾ കുറെ ആളുകളോട് പറയുമ്പോൾ നമുക്ക് അയ്യോ ഇനി മതി എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വരണമെങ്കിൽ എന്താണ്, ഈ ഓരോ പ്രോഗ്രാമുകളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു എനർജി നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു നമ്മൾക്ക് ആ ഒരു തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഒരു പ്രവർത്തനമാണ് നമ്മളെ സക്സസിലേക്ക് എത്തുന്നത്. ഇപ്പൊ രാവിലത്തെ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ അറ്റൻഡ് ചെയ്യും. പിന്നെ രാവിലെ അടുക്കളയിൽ ഒരു നോട്ട് ബുക്കും പെന്നും ഉണ്ടാവും. കാരണം എന്താണ്, സോറി, ചുമ ഉണ്ട് കേട്ടോ. ചുമ വരാതെ ഞാൻ ചുമ വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് കുറച്ച് സമയം ഒന്ന് നീണ്ടു നിൽക്കും. വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആ ഒരു നോട്ട് ബുക്കും പെന്നും എന്തിനാണ്, നമുക്ക് ഏത് കാര്യവും നമ്മള് കേൾക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. പക്ഷെ അത് അധിക സമയം നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏത് കാര്യവും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് നമുക്കറിയാത്തതാണെങ്കിൽ നമ്മൾ എഴുതി വെക്കാൻ തയ്യാറാവണം. തുടക്കത്തിലൊക്കെ ഒരു പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു നോട്ട് ബുക്കും പെന്നും എന്റെ കയ്യിലുണ്ടാവും. അവിടെ നിന്നും ഓരോ ലീഡേഴ്സും പറയുന്ന കാര്യങ്ങള് എഴുതി വെക്കാൻ തയ്യാറാവും. ഓരോ പ്രോഗ്രാമിലും കേൾക്കുന്ന ഇഷ്ടം പോലെ ബുക്സുകളാണ് കേട്ടോ. ഓരോ പ്രോഗ്രാമിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ അവരെങ്ങനെയാണ് പറയുന്നത്, അവര് എന്താണ് തുടങ്ങുന്നത്, അവര് ഓരോ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുമ്പോൾ എന്താണ് തുടങ്ങുന്നത്. ഒരു VOP എടുക്കുകയാണെങ്കിലും ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് നമ്മള് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തന്നെയുള്ളൂ അല്ലേ. നമുക്ക് ഒന്നും നമ്മൾ അറിയാതെ വരുന്ന പുതിയ പുതിയ ആളുകളായിരിക്കും. അപ്പൊ നമ്മള് എല്ലാം നമ്മൾക്ക് ഇതിൽ പ്രത്യേകിച്ച് നമ്മളായിട്ട് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മളെ മുന്നിലായിട്ട് നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്. അവരെ ഒന്ന് കോപ്പി അടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ച ലീഡേഴ്സിനെ കോപ്പി അടിക്കുക അല്ലെ. അവരെന്താണോ ചെയ്യുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോക്കിയും കണ്ടും മനസ്സിലാക്കുക. അതേപോലെ നമ്മളും പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഒരു VOP എടുക്കണമെങ്കിലും ആദ്യം ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ആളായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെയും എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ എന്താണ് ഞാൻ കയറിയിട്ട് സംസാരിക്കാന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെ മൈൻഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആദ്യമൊന്നും ഞാൻ സംസാരിക്കാത്ത ആളായിരുന്നു. കാരണം ഞാനൊരു സ്കൂളിൽ പോകുന്ന സമയത്ത് ഇന്ന് എന്നെ കാണുന്ന ആളുകളൊക്കെ ചോദിക്കും നീ എങ്ങനെ ഇങ്ങനെ മാറി എന്നുള്ളത്. കാരണം സ്കൂളിൽ പോകുന്ന സമയത്ത് ആരോടും മിണ്ടാതെ വീട്ടിൽ നിന്ന് എത്തിയാൽ സ്കൂളിന്റെ ആ ബെഞ്ചിൽ ഇരിക്കുക, ടീച്ചേഴ്സ് എന്ത് പഠിപ്പിക്കുന്നോ അത് കേൾക്കുക, അതേപടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരുക. എന്റെ ക്ലാസ്സിലെ കുട്ടികൾ ആരെന്ന് പോലും ശരിക്കും എനിക്ക് അറിയാത്ത ഒരവസ്ഥയായിരുന്നു. ആരോടും ഞാൻ സംസാരിക്കാൻ പോവാത്ത ഒരവസ്ഥയായിരുന്നു. എന്ന് ആ ഒരു തീരെ സംസാരിക്കാത്തതിൽ നിന്നാണ്
ഇന്ന് ഇങ്ങനെ ഒരു സംസാരത്തിലേക്ക് മാറാൻ പറ്റിയത് അതും വേറെ ഒന്നല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആരോഗ്യവും സാമ്പത്തികവും മാത്രമല്ല, നമ്മളെ ഈ ഒരു സംസാരിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരോട് പെരുമാറാനുള്ള ഒരു കഴിവ്, എല്ലാം നമുക്ക് പല പല ഗുണങ്ങളും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നാല് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൂടെയാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഇങ്ങനെ വാദോരാതെ സംസാരിക്കാൻ പറ്റുന്നതും ഈ ഒരു ബിസിനസിന്റെ ഗുണം തന്നെയാണ്. അതിനും ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഷാജി സാറിന് നന്ദി പറയാണ്. നമുക്ക് ഏതൊരാളെ കണ്ടാലും അവരോട് ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സംസാരത്തിൽ തന്നെ നമ്മൾ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഒരാളുടെ മുന്നിലിരിക്കുമ്പോൾ അവരെ മുഖത്ത് നോക്കി സംസാരിക്കാനും നമ്മളുടെ ഇരുത്തം ശരിയാക്കാനും പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് ഈ ഒരു ബിസിനസ്സിൽ നല്ല ലീഡേഴ്സിനെ കണ്ടുകൊണ്ടാണ്. ഞാനും എല്ലാ കാര്യങ്ങളും അങ്ങനെ പഠിച്ചെടുത്തതാണ്. അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത്. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോ ഇപ്പൊ പുതിയ ആളുകളാണെങ്കിൽ അവർക്കൊന്നും അറിയില്ല. പല ആളുകളും എന്നോട് പറയാറുണ്ട്, അയ്യോ എനിക്കൊന്നും പറയാൻ അറിയില്ല, എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ ഒക്കെ വെറുതെയാണെന്നേ. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അതൊക്കെ കഴിയും. ഞാനാണ് അതിനുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഒന്നും സംസാരിക്കാത്ത അവസ്ഥയിൽ നിന്നും ഈ ഒരു വിധത്തിലേക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. പക്ഷെ നമ്മൾ അതിന് തയ്യാറാവണം. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെ. നമ്മളാണ് നമ്മളെ റെഡിയാക്കേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറയാനും പ്രവർത്തിക്കാനും തയ്യാറായെങ്കിൽ തന്നെയുള്ളൂ നമ്മളിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് എല്ലാ കാര്യത്തിലുള്ള ഒരു വിശ്വാസം എന്നുള്ളതാണ്. നമുക്ക് ഏത് കാര്യത്തിലായാലും നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ ആദ്യം തന്നെ വിശ്വാസം ഉണ്ടാവണം. ആ ഒരു വിശ്വാസത്തോടു കൂടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞു തന്ന ആളുകള് കറക്റ്റായിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞോ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമ്മളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നത്. കയ്യില് വാട്ടർ എനർജി അല്ല, കയ്യിലെ റിസ്റ്റ് ബാൻഡ് ചുറ്റാൻ പറയുമ്പോൾ അത് പകൽ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എന്തായാലും അത് ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ നമ്മളെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട് അത് കറക്റ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലെ. 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിന് നമ്മൾ വെള്ളം കുടിക്കണം. രാത്രി ഒരു മാട്രസ് പാഡിലും കിടന്നുറങ്ങണം. അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മള് കൃത്യമായിട്ട് വിശ്വാസത്തോടു കൂടെ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുക. അത് കുറച്ച് ദിവസം ചെയ്യാന്നുള്ളതല്ല. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ചിലപ്പോൾ നമുക്ക് അസുഖം വന്നിട്ട് കുറെ കാലങ്ങളോളം ആയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് റിസൾട്ട് കിട്ടണം എന്നാണ് ചില ആളുകളുടെയൊക്കെ ധാരണ. പക്ഷെ എത്രയോ വർഷം മരുന്ന് കഴിച്ചിട്ടുണ്ടാവാം, എത്രയോ പൈസ അതിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലേ, ഒരു 10,000 രൂപ ചുരുങ്ങിയത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൊത്തം ആരോഗ്യവും നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. ഒരസുഖത്തിനുമുള്ള ഒരു മരുന്നും അല്ല നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ മരുന്നല്ല നമ്മളെ ബോഡിക്ക് ആവശ്യം. നമ്മളെ ബോഡിയെ കറക്റ്റാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് നമ്മളെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മളെ ഓരോ അസുഖത്തിനും മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ അത് നമ്മൾ വിശ്വാസത്തോടു കൂടെ കുറച്ച് സമയം, കുറച്ച് ടൈം നമ്മൾ അത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുക. ഒരു 3 മാസം മുതൽ 6 മാസം വരെ അല്ലെങ്കിൽ 1 വർഷം വരെ നമ്മൾ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ചില ആളുകൾക്ക് അത് ചിലപ്പോൾ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് വരും. അപ്പൊ മറ്റവർക്ക് അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയല്ലോ, ഒരു ദിവസം കൊണ്ട് കിട്ടിയല്ലോ, എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളുടെ ഓരോ ആളുകളുടെയും ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കാം അല്ലെ. അപ്പൊ നമ്മളിൽ മാറ്റങ്ങൾ വരാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ആ ഒരു വിശ്വാസത്തോടുകൂടെ ക്ഷമയോടുകൂടെ നമ്മൾ അത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം തീരും. ആ ഒരു വിശ്വാസം നമ്മളിൽ ആദ്യം ഉണ്ടാവണം. പിന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തിലെല്ലാം നമുക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മൾക്ക് ഇതില് നമ്മളിലേക്ക് എത്തിച്ചു തന്ന ആളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മളെ കമ്പനിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. അതൊക്കെ ഒരു അടിയുറച്ച വിശ്വാസമാവണം. നമ്മളെ പ്രൊഡക്റ്റിലും നമ്മുടെ പ്ലാനിലും ഏത് കാര്യത്തിലും നമുക്ക് ആ ഒരു വിശ്വാസം ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ ഒരു വിശ്വാസത്തോടു കൂടെ നമ്മൾ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള വിജയങ്ങൾ
നമ്മളിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നമ്മൾ കൊണ്ടുവന്ന ആള്, നമുക്ക് കൊണ്ടു തന്ന ആളിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങൾക്കും നമ്മൾ ആ ഒരു നന്ദികേട് കാണിക്കുന്നതായിരിക്കാം നമുക്ക് ഇതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരാളാണോ നമ്മളിലേക്ക് ഇത് എത്തിച്ചു തന്നത്, ഏതൊരാളാണോ നമ്മൾക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്, അവരോട് നമ്മൾ എന്നും നന്ദി കടപ്പെട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ ഒരാൾക്ക് ഇനി കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ അവരെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്നും എല്ലാ കാര്യങ്ങളിലും നമ്മൾ രാവിലെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡെയിലി കേട്ടോണ്ടിരിക്കുന്നതായിരിക്കും അല്ലെ. ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ. പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഓരോ ലീഡേഴ്സും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അനുഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതിലൊരു സിസ്റ്റം കൊണ്ടുവരിക എന്ന് പറയും അല്ലെ. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞാല് അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരിക അല്ലെ. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നാലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയുക. അതിന്റെ പ്രോഗ്രാമുകൾ, നമ്മൾ എവിടെ പ്രോഗ്രാമുകൾ ഉണ്ടോ, ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ എവിടെ പ്രോഗ്രാമുകൾ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഒരു അറ്റൻഡ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഓരോ അറിവുകളും നമുക്ക് കിട്ടുക. അത് ഞാൻ പറഞ്ഞതുപോലെ എഴുതി വെക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവുക. നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് എടുത്തും കാട്ടും നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്. നമ്മളെ കൂടെ വന്നിട്ടുള്ള ആളുകൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് ഹെൽപ്പായിട്ട് നമ്മളുടെ എല്ലാ ലീഡേഴ്സും, അതാണ് നമ്മളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ ഒരു അവസരമാണെങ്കിലും അവിടെ നല്ലൊരു ലീഡേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ബിസിനസിന്റെ ഒരു വിജയമാണ് അല്ലെ. അവിടെ നമ്മളിപ്പൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം മനോജ് സാറിനെ പോലുള്ള നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും എല്ലാവരും നമുക്ക് എല്ലാ ഹെൽപ്പുമായിട്ട് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് ഹെൽപ്പിനും എപ്പോ വിളിച്ചാലും നമ്മുടെ കൂടെ വരാൻ എല്ലാ ആളുകളും, അതൊരു ടീമെന്ന് നോക്കാതെ അല്ലെ, നമ്മൾ അതും ഒരു ഭാഗ്യവാന്മാരാണ്. ചില ബിസിനസ്സിൽ അവരുടെ ടീമിന് മാത്രമാണ് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, ഒരു ടീമെന്ന് നോക്കാതെ നമ്മൾക്ക് ഏത് ലീഡേഴ്സും നമുക്ക് സപ്പോർട്ടിനായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പോ നമുക്ക് ഓരോ പ്രോഗ്രാംസുകൾ തരാൻ നമ്മളെ ബിനീഷ് സാറിനെ പോലെ, യോനസ് സാറിനെ പോലെ, അഭിലാഷ് സാറിനെ പോലെ, അങ്ങനെ ഇഷ്ടംപോലെ ലീഡേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും പ്രത്യേകത ഞാൻ എടുത്തു പറയല്ല. എല്ലാ ലീഡേഴ്സും നമുക്ക് എല്ലാ ഹെൽപ്പുമായിട്ട് കൂടെ ഉള്ള ആളുകളാണ്. അപ്പൊ അവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാവുക. അപ്പൊ ഓരോ പ്രോഗ്രാമിലും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും, അതേപോലെ നമ്മൾ രാവിലത്തെ ഈ ഒരു പ്രോഗ്രാമിൽ കയറി ഇരിക്കുക എന്നുള്ളതല്ല, അതിൽ എന്തൊക്കെ കേൾക്കുന്നുണ്ട് അത് നമ്മളെ അനുഭവത്തിലൂടെ നമ്മൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. എല്ലാ ആളുകളും എല്ലാ ലീഡേഴ്സും നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലെ. ആരെന്ത് പറഞ്ഞാലും നമ്മൾ മാറിയെങ്കിലേ നമ്മളിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ആദ്യം മാറേണ്ടത് നമ്മൾ വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു, എനിക്ക് വിജയിക്കാൻ പറ്റാത്തത് എനിക്ക് ടീം ഇല്ലാഞ്ഞിട്ടാണ്, എന്റെ ലീഡേഴ്സ് ശരിയാവാഞ്ഞിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ ആദ്യം റെഡി ആവാന്നുള്ളതാണ്. എനിക്ക് വേണം, എനിക്ക് ഇതിൽ വിജയിക്കണം, എനിക്ക് പഠിച്ചെടുക്കണം, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. അവിടെ നമ്മൾ മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ലീഡേഴ്സ് കൊണ്ട് തരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അപ്പൊ അവർക്ക് ലീഡേഴ്സിനൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും എത്താൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ പഠിച്ചെടുക്കുക. നമ്മുടെ ടീമിനെ റെഡിയാക്കി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചെടുക്കണം അല്ലെ ഓരോ കാര്യങ്ങളും. പക്ഷെ പഠിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവാം, അവരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. എല്ലാ കാര്യത്തിനും ഹെൽപ്പായിട്ട് എല്ലാവരും ഉണ്ടാവും, എല്ലാ ലീഡേഴ്സും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിച്ചെടുത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നല്ല അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക. ഓരോ പ്രോഗ്രാമിലും കടന്നു വന്നിട്ട് നമ്മൾ പല ആളുകളും പറയും എന്താണ് പ്രോഗ്രാമുകൾ, സൂം പ്രോഗ്രാമുകളൊക്കെ അവരോട് അറ്റൻഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് മറന്നുപോയി, അല്ലെങ്കിൽ ആ ടൈം ഓർമ്മ ഉണ്ടായില്ല എന്നൊക്കെ. അതിനൊക്കെ നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾക്ക് വേണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് അതിനൊരു വഴിയും ഉണ്ടാവില്ലേ.
നമ്മള് എന്ത് ചെയ്യാ, നമ്മള് ഫോൺ എടുത്ത് നമ്മളെ കയ്യിൽ ഒരു അലാറം അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. രാവിലെ 6 മണിക്ക് ഒരു അലാറം അടിയണം. അതേപോലെ തന്നെ ഡെയിലി ആ ഒരു 6 മണിക്ക് ഞായറാഴ്ച ഒഴിച്ചിട്ട് ഞാൻ ഇപ്പോഴും എന്റെ ഫോണിൽ ആ ഒരു അലാറം സെറ്റാണ്. ഞാനത് മാറ്റിയിട്ടേ ഇല്ല. തുടക്കം മുതൽച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്, എനിക്ക് എല്ലാ പ്രോഗ്രാമും കേൾക്കണം. അതാണ് എന്റെ ഒരു താല്പര്യം. ഒരു പ്രോഗ്രാം മിസ് ചെയ്താല് അത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അയ്യോ, ആ ഒരു പ്രോഗ്രാമില് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ എനിക്ക് പോവാൻ പറ്റിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നണം. ആ ഒരു വിധത്തിലേക്ക് നമ്മൾ മാറണം. അതിന് എന്ത് ചെയ്യാ, രാവിലെ തന്നെ ഞാൻ എന്റെ ടീമിനോട് പറയുന്ന കാര്യമാണ്, എല്ലാവരും ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നമ്മളൊക്കെ പല തിരക്ക് പിടിച്ച ആളുകളാണ്. കാരണം പല തിരക്കിലൂടെ നമ്മൾ യാത്രയാവുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മറന്നു പോകും. അപ്പൊ ഈ ഒരു അലാറം അടിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ആ ഇന്ന കാര്യത്തിനാണ് ആ ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചത് എന്നുള്ളത്. അപ്പൊ 6 മണിക്ക് ഡെയിലി ഒരു അലാറം ഉണ്ട്, ഞായറാഴ്ച ഒഴിച്ച്. പിന്നെ ഞായറും ബുധനും 8 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, അതിനൊരു അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ ടീമിൻ്റെതായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഓരോ ദിവസവും, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ നമ്മളെ ടീമാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന പുതിയ ആളുകളാണെങ്കിൽ വേഗം തന്നെ ആ ഒരു ക്രൈറ്റീരിയ വിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മളെ അറിയാവുന്ന ആളുകളിലേക്ക് നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇറങ്ങിയാൽ മതി. ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ അത് കറക്റ്റായിട്ട് തുടക്കത്തിൽ നമ്മൾ പറയാതിരിക്കുക, നമ്മുടെ ലീഡേഴ്സിനെ കൊണ്ടുപോയി പറയുക എന്നുള്ളതേ ഉള്ളൂ. അവർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ക്ലോസിംഗ് നടക്കും. നമ്മൾക്ക് ഒരു ക്രൈറ്റീരിയ ഒരു 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആദ്യം പൂർത്തിയാക്കുക. അത് കഴിഞ്ഞാൽ ഇതേ ഒരു കാര്യം നമ്മൾ ടീമിലേക്കും കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മളെ കൂടെ വന്നിട്ടുള്ള ആളുകൾക്കും ഇതേ രീതിയിൽ നമ്മൾ അവരെയും കറക്റ്റായിട്ട് ആ ഒരു ക്രൈറ്റീരിയ ഒരു 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് അവരെയും റെഡിയാക്കാൻ നോക്കുക. നമ്മളെ ലെഫ്റ്റും റൈറ്റും നമ്മളെ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ നമ്മള് ഒരു ടീം ആവശ്യമാണ്. അതിന് എന്ത് വേണം, നമുക്ക് നല്ലൊരു ബന്ധം നിലനിർത്താൻ പറ്റണം അല്ലെ. നമ്മളെ ആ ഒരു ബന്ധം തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എവിടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ നിലയ്ക്കുന്നോ അവിടെ നമ്മൾക്ക് ആ ഒരു ബന്ധം നിലയ്ക്കും. അതുകൊണ്ട് എന്താണ്, എന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ ടീമുമായിട്ട് നമ്മളെ ലീഡേഴ്സുമായിട്ട് നമ്മൾ നിലനിർത്തി പോരുക. നമ്മളൊന്ന് ഫോൺ വിളികൾ നമ്മളെ കയ്യിൽ തന്നെ ഇല്ലേ, അത് നമ്മുടെ ടീമിനെ നമ്മൾ എന്നും ഡെയിലി ഒന്ന് വിളിക്കാൻ തയ്യാറാവുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുക, അവരുടെ കൂടെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങാൻ തയ്യാറാവുക. ഇത്രയൊക്കെ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. എന്ത് പ്രോഗ്രാം ആണോ നമ്മൾ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹോം മീറ്റിംഗ് വെക്കുക, 1-to-1 പ്ലാനിന് ഇറങ്ങുക അല്ലെ. ഇതൊക്കെയാണ് ഇതിലെ സിസ്റ്റം എന്ന് പറയുന്നത്. BOP സെന്ററുകളിൽ നമ്മൾ എത്തുക, 1 ഡേ പ്രോഗ്രാമുകൾ ഉണ്ടാവും, 2 ഡേ പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെ എന്ത് പ്രോഗ്രാം, NDOPകൾ ഉണ്ടാവും. എന്ത് പ്രോഗ്രാം എവിടെ കിട്ടുന്നോ അതൊക്കെ നമ്മളും നമ്മളെ ടീമിനെയും നമ്മൾ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് അറിവുകൾ കിട്ടും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വരാൻ തുടങ്ങും. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നല്ല. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. നമ്മളോട് ലീഡേഴ്സ് പറയുന്നുണ്ടാവില്ലേ, ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പ്രവർത്തിക്കണം, സിസ്റ്റത്തിൽ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളത്. ഇത് തന്നെയാണ് അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടീമിനെയും അത് കറക്റ്റായിട്ട് പഠിപ്പിച്ചെടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് നമ്മളെ ആ ഒരു ബന്ധം, നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ആത്മാർത്ഥത, നമ്മളിപ്പോ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അവിടെ നമുക്ക് ജോയിനിങ് ക്ലോസിങ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടിക്കേറി അവരോട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ബിസിനസിനെ കുറിച്ചിട്ടും പറയാന്നുള്ളതല്ല. നമ്മൾ അവരുമായിട്ട് ആദ്യം തന്നെ ഒരു റിലേഷൻ, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവര് കാര്യങ്ങളൊന്ന് അന്വേഷിച്ചറിഞ്ഞ് അവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ അവര് നമ്മളിലേക്ക് അടുക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്തും നമുക്ക് ആ ഒരു ക്ലോസിങ് നടത്താൻ പറ്റുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട്, ഈ ഒരു ബിസിനസ്സിനെ നിലനിർത്തുന്നത് ഈ ഒരു ബന്ധമാണ്. നമ്മൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ നല്ലൊരു ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതുകൊണ്ട് എന്താണ്, നമ്മൾ ഒരു ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ് നമ്മളെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എന്താണ്, നമ്മളെ മനസ്സിന് എന്നും ഒരു സന്തോഷാണ് അല്ലെ. നമ്മളിലൂടെ പല ആളുകളിലേക്കും ഈ ഒരു പ്രൊഡക്റ്റ് എത്തിയതിലൂടെ
അവരുടെയൊക്കെ ആരോഗ്യ കാര്യത്തിൽ നമുക്ക് നമ്മളിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് പറ്റുന്നുണ്ടല്ലേ. ആ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിലൂടെ അവർക്ക് എന്താണ് നമ്മളോട് നല്ലൊരു ബന്ധം അല്ലെ ഒരു സ്നേഹബന്ധം നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അവരുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപഴകുന്ന സമയത്ത് അവർ ആ ഒരു ബന്ധം നമ്മളോട് ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് ജില്ലകളിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ നമുക്ക് നല്ലൊരു ആത്മാർത്ഥ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അവിടെ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും അവിടെ അവരുടെ കൂടെ താമസിക്കാനോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനോ ഒക്കെ നമുക്ക് ഏത് ജില്ലകളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടെയൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് നമ്മളൊരു ജോലിക്ക് പോകുന്നത് പോലെയല്ല, ഒരു ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ അവിടെ ഒരു ഓഫീസിൽ പോയിരുന്നാൽ അവിടുത്തെ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളിലേക്ക് എത്തിക്കൊണ്ട് പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു റിലേഷൻ നിലനിർത്തിക്കൊണ്ട് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് നമ്മൾ. അപ്പൊ അത് ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുക. അതാണ് ആരോഗ്യവും സാമ്പത്തികവും ഹാപ്പിനെസ്സും ഒരേപോലെ നമ്മളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു അവസരമാണ് നമ്മളെ കയ്യിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന് അറിവുകൾ നേടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സമയമായില്ലേ, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. 6:52 അപ്പൊ ഇത്രയും നേരം എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഞാൻ എന്റെ എന്താ പറയാ നമ്മുടെ ഞാൻ എന്റെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ എന്നിലേക്ക് എന്തൊക്കെ വന്നോ അത് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാനൊന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല സാറ് പറഞ്ഞ സമയത്ത്. അപ്പൊ അത് എന്റെ അനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ സ്നേഹത്തോടുകൂടെ ആത്മാർത്ഥമായിട്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ ടീമിനെ നമ്മൾ ടീം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. ഇപ്പൊ പുതിയ വരുമാനങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ നല്ലൊരു ടീമിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു വഴിയുമില്ല. നമ്മൾക്ക് ഇതില് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഇറങ്ങുക, പ്രവർത്തിക്കുക, അത്ര തന്നെയുള്ളൂ. അതിന് നമ്മൾ ഒരു സമയം നോക്കാതെ, ഞാനൊക്കെ രാവും പകലും നോക്കാതെ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ പല സമയത്ത് ചില സമയത്ത് അതിൽ നിന്നൊരു ഡിലേ വരും. കാരണം ഇന്ന് തന്നെ ഞാൻ ഈ ഒരു സൂം എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇന്ന് തന്നെ എനിക്കത് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയതാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് എന്റെ അമ്മ വരികയാണ് നാളെ. അമ്മ എന്ന് പറഞ്ഞ പ്രായമുള്ള ഒരാളാണ്. ചെറിയ കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നത് പോലെ എനിക്ക് നോക്കണം. അപ്പൊ ഇനി അതിനൊന്നും കുറച്ച് സമയത്തേക്ക് അതിനൊരു അവസരം ഉണ്ടാവില്ല. നമ്മൾ അമ്മമാരും അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അവരെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു കടമയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാനിത് ചോദിച്ചു വാങ്ങി. ഇനി കുറച്ച് ദിവസത്തേക്ക് കഴിയില്ല, ചുമയാണെങ്കിലും ചെയ്യാം എന്നുള്ള ദിവസത്തില്. അപ്പൊ ഇന്നത്തെ ദിവസവും ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഓരോ ദിവസവും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ അറിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്റെ കഴിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്റെ ശരീരം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് നല്ലതായി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം തന്നെ ഒന്ന് ചിന്തിക്കുക. ഓരോ ദിവസവും ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ പവർഫുൾ ആണ്, ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ ബോൾഡ് ആണ് എന്നുള്ളത് എന്നിലേക്ക് നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ വലിയൊരു സാമ്പത്തികത്തിലേക്ക് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മൾക്കെല്ലാം നല്ലതായിട്ട് വന്നു ചേരും. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാക്കി എടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്ന് ഈ ഒരു അവസരം തന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു മാഡം. മാഡം വളരെ നല്ല രീതിയിൽ ഓരോ അനുഭവങ്ങളും മാഡം മൈക്കൊന്ന് എല്ലാരും മ്യൂട്ട് ചെയ്യാട്ടോ. ഓക്കെ, പ്രീതി മാഡം വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വളരെ
ഒരു എനർജിയോട് കൂടി എല്ലാവരുടെയും ഉള്ളിലേക്ക് തുളച്ചു കയറി എന്നുള്ളത് തന്നെയാണ്. കാരണം ഓരോ അറിവുകളും ഓരോ ദിവസവും ഓരോ ലീഡേഴ്സിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഡം ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും, മാഡം ഇതിലേക്ക് വന്നതും അതേപോലെ തന്നെ മാഡം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഈ ഒരു സമയം കണ്ടെത്തി നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന മാഡത്തിന് നമുക്ക് എല്ലാരും ഒരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു. പ്രീതി മാഡം ഇനിയും ഇതേപോലെയുള്ള ഓരോ പുതിയ പുതിയ ടോപ്പിക്കുകളായിട്ട്, ഇന്നിപ്പോ മാഡം പറഞ്ഞത് മാഡത്തിന്റെ അനുഭവങ്ങളാണ്. ഇനി മാഡത്തിന് കിട്ടിയ ഓരോ അറിവുകളും ഓരോ ദിവസവും നമ്മളിലേക്ക് എത്തിച്ചു തരാൻ മാഡം ഇനിയും നമ്മുടെ കൂടെ വരണമെന്ന് ഒരിക്കൽ കൂടി പറയാണ്. മാഡത്തിന് ഒത്തിരി നല്ലൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് മാഡത്തിന്റെ ജൈത്രയാത്ര തുടരാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ക്ലോസിംഗ് സെഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അത് എന്നും നമുക്ക് ഇവിടെ ക്ലോസിംഗ് സെഷനിലേക്ക് വരുന്നത് നമ്മുടെ എല്ലാമായ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് നമ്മുടെ കമ്പനിയുടെ ടോപ്പ് റാങ്കായ ബ്ലാക്ക് ഡയമണ്ട് അച്ചീവ് ചെയ്ത്, അതായത് നമുക്കറിയാം ഒരു ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയിൽ 1 കോടി ഏൺ ചെയ്താൽ മാത്രമേ ആ കമ്പനിയുടെ ടോപ്പ് റാങ്കായ ബ്ലാക്ക് ഡയമണ്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു റാങ്ക് വെറും 10 മാസം കൊണ്ട് നേടിയെടുക്കുകയും 1 കോടി നേടിക്കൊണ്ട് 10 മാസം കൊണ്ട് ബ്ലാക്ക് ഡയമണ്ട് എന്ന ആ ഒരു റാങ്കിലേക്ക് എത്തിച്ചേരുകയും വെറും 4.5 വർഷം കൊണ്ട് 4 കോടി ഏൺ ചെയ്തുകൊണ്ട് വളരെ വലിയൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിലേക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റും പ്രൊജക്റ്റും നമുക്ക് കേരളത്തിലേക്ക് എത്തിക്കുകയും ഓരോ കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ട് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള തൃപ്പൂണിത്തറ സ്വദേശിയായ നമ്മുടെ മനോജ് സാറിനെ ഈ ഒരു ക്ലോസിംഗ് സെഷനിലേക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിക്കുന്നു. മനോജ് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു നൈന. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേടുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ പ്രീതി മാമാണ് ഇവിടെ സംസാരിച്ചത്. അവരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയാണ്. മെഡിക്കൽ ഫീൽഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സിനും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, നേഴ്സുമാർക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അല്ലെ? അത് പ്രകൃതി നിയമമാണ്. അങ്ങനെ ചെറിയ ആരോഗ്യ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ ആണ് ബയോട്ടോറിയം പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചത്. അവരെല്ലാം വളരെ ഡീപ്പായിട്ട് അതിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ എല്ലാവരെയും പോലെ തന്നെ നൈന മേഡം ഒരു നേഴ്സാണ്. ഇപ്പൊ നേഴ്സുമാരുടെ വലിയൊരു നിര തന്നെ ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ട്. അതായത് ഇൽനസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇൽനസ് വിട്ടുകൊണ്ട് വെൽനസിലേക്ക് കടന്നു വരുന്ന വലിയൊരു മഹാസംഭവമായിട്ട് നമുക്ക് ബയോട്ടോറിയത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഇൽനസ് മേഖലയിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ. അപ്പോ അവിടെ കിട്ടാത്ത ഒരു മാറ്റം, ആ ചികിത്സ മോശം എന്നല്ല പറയുന്നത്, അത് സമയമെടുക്കും, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിളായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മിറാക്കിൾ റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതകരമായ റിസൾട്ട്. ഇത് ഒരു രോഗത്തിനല്ല, നടുവേദനക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നടുവേദന മാത്രമല്ല ഇവിടെ മാറും. അതാണ് അല്ലെ, ഇവിടെ നടുവേദന മാത്രമല്ല മാറും. ശരീരത്തിൽ എന്തൊക്കെ ഡിസ്ഫങ്ഷൻസ് ആൻഡ് ഡിസോർഡേഴ്സ് ഉണ്ടോ അതിനെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മളെ ഒരു യഥാർത്ഥ ഒരു മനുഷ്യ ബോഡി എങ്ങനെ പ്രവർത്തിക്കണം ആ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്രമപ്പെടുത്തുന്നു എന്നുള്ളതാണ് ബയോമാഗ്നറ്റിസത്തിന്റെ പ്രത്യേകത. വിതൗട്ട് സൈഡ് എഫക്ട്സ്, നോ സൈഡ് എഫക്ട്സ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഡിസോർഡർ ആൻഡ് ഡിസ്ഫങ്ഷന് എന്ത് ഡിസ്ഫങ്ഷൻ ആയിക്കോട്ടെ ഷുഗറിന് മേടിച്ച ഒരു സുഹൃത്തിന് തന്റെ ശരീരത്തിന്റെ പുറംഭാഗത്ത് ഉണ്ടായിരുന്ന വലിയ മുഴ, എത്രയോ വർഷം ഉണ്ടായിരുന്ന മുഴ അത് അപ്രത്യക്ഷമായി. ഒരു ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് തോർത്തൊക്കെ എടുത്തിരിക്കുമ്പോ മോള് പോയി നോക്കും, പറഞ്ഞ് അച്ഛന്റെ പിറകിലുള്ള മുഴ ഇപ്പൊ കാണാനില്ല. അപ്പോഴാണ് അയാൾ എന്നെ ഒന്ന് തടവി നോക്കിയത്. അപ്പോ മുഴ മാറാൻ വേണ്ടിയല്ല ഇത് വാങ്ങിച്ചിരുന്നത്, ഏകദേശം ഷുഗർ ഉണ്ടായിരുന്നു, ഷുഗർ കുറയുന്നുണ്ട് വാങ്ങിച്ചതാണ്.
അപ്പൊ ശരീരത്തിൽ എന്തൊക്കെ മിറാക്കിൾസ് ഈ പ്രൊഡക്റ്റ് കാണിക്കുന്നു ചോദിച്ചാൽ അത്ഭുതം, അത്ഭുതം, മഹാത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് രോഗം മാറുന്ന മരുന്നാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇത് ഉപയോഗിച്ചാൽ നിങ്ങളെ സകല രോഗവും മാറുകൊണ്ട് കൊടുത്താൽ അത് നിങ്ങൾക്ക് തന്നെ ആപത്താവും. കാരണം അങ്ങനെ ഒരു കാരണവശാലും സംസാരിക്കരുത്. ഞാൻ എപ്പോഴും വീണ്ടും വീണ്ടും നമ്മളെ കമ്പനിയും പറയുന്നുണ്ട്, അല്ലെ? ഇതെന്താ ചെയ്യുന്നത്? ഇത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുന്നു, ഓക്സിജൻ അളവ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെ? നമ്മുടെ ഓറ ലെവൽ ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ഓക്സിജൻ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ആക്കാൻ ഇത് ഉപകരിക്കുന്നു. ഇത് ഉപയോഗിച്ചപ്പോൾ നിരവധി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ശാസ്ത്രീയമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ചിട്ടുണ്ട് മാഗ്നറ്റോതെറാപ്പിയെ. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്ക്. എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് ഇന്ന ആൾക്ക് ഇന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അവർക്കെല്ലാം റിസൾട്ട് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അവർക്കും നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടാൻ സാധ്യത. ചില ബോഡിയിൽ, അപൂർവം ചില ബോഡീസിൽ മാത്രമേ ഇത് പ്രതികരിക്കാതെ പോകും. വളരെ കുറവാണ്, നമുക്കറിയാം, അല്ലെ? ഈ രീതിയിൽ പറഞ്ഞ ഒരു കുഴപ്പം ഉണ്ടാവില്ല. 1000 30 ദിവസം കൊണ്ട് നിങ്ങൾ അത് മാറും ഇത് മാറും എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പറയരുത് കേട്ടാ. ഡോക്ടേഴ്സ് പോലും അത് പറയാറില്ല, അല്ലെ? അതുകൊണ്ട് ആ രീതിയിലേക്ക് ചെയ്യുക. എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടിയപ്പോ അവര് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യും, നല്ലൊരു അച്ചീവർ ആയിട്ട് മാറുകയും നല്ലൊരു ലീഡർഷിപ്പിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം. അവരാണ് സംസാരിക്കാൻ അറിയില്ല, അല്ലെ? സംസാരിക്കാൻ അറിയാത്തവർ ഇവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തു തരും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്പൊ അടിപൊളിയായിട്ട് സംസാരിച്ചത്. അവരിതൊന്നുമില്ല, അവർക്ക് സൂമിൽ BOP എടുക്കുന്നു, അല്ലെ? 1000 പേരുടെ മീറ്റിംഗ്, പബ്ലിക് മീറ്റിംഗ് ഉണ്ടെങ്കിലും BOP ഉണ്ടെങ്കിൽ അവിടെ സെഷൻ ചെയ്യുന്നു. ആ രീതിയിലേക്കൊക്കെ മാറിയത് എങ്ങനെയാ? അതെല്ലാം ഇതിനകത്തേക്ക് വന്നുകൊണ്ടാണ്, അല്ലെ? പലതരത്തിലുള്ള സ്കില്ലുകൾ നമ്മൾ അറിയാതെ ഇതിനകത്ത് ഡെവലപ്പാണ്. അപ്പോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് അച്ചീവർ ആയിട്ട് മാറുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവും, പ്രസന്റേഷൻ സ്കില്ല് ഉണ്ടാകണം, അല്ലെ? അതുപോലെ തന്നെ എന്താ പറയാ, റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. എല്ലാവരോടും സ്നേഹത്തോടെ സമഭാവനയോടെ കാണാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും സാധിക്കണം. ഇങ്ങനത്തെ പല കാര്യങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും, ഉയർത്തപ്പെടും. നമുക്ക് കിട്ടിയ ഈ നല്ല റിസൾട്ട് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ആളുകൾ കളിയാക്കും, പുച്ഛിക്കും, നമുക്ക് 100 കുറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഉണ്ടാവും കേട്ടാ. നമുക്കില്ലാത്ത കുറ്റങ്ങളും എനിക്കില്ലാത്ത കുറ്റമൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോ അതൊക്കെ ഉണ്ടാവും. ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മൈൻഡ് ചെയ്യണ്ട, അല്ലെ? കർമ്മണ്യേവാധികാരസ്യ നാ ഫലേഷു കഥാചന. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മനസ്സിലായ? ഫലത്തിനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇച്ഛിക്കുകയും വേണ്ട. ഫലം നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. സൽക്കർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? ഇവിടെ സൽക്കർമ്മം ചെയ്തവരെല്ലാം കഥ അറിയാലേ. ജീസസ് എന്തെല്ലാം ചെയ്തിട്ട് അവസാനം ജീസസിന് എന്താ ചെയ്ത്, കുരിശിലേറ്റാ ചെയ്തത് സുഹൃത്തുക്കളെ. അറിയാലോ നിങ്ങളെ? ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട്, മനസ്സിലായ? അടിച്ചിട്ട് വിധി എഴുതി കുരിശിലേറ്റി. എന്നിട്ട് എന്താ സംഭവിച്ചത്? 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഒരു സംശയവും വേണ്ട, നമ്മളെ കുരിശിലേറ്റിയാലും നമ്മളൊന്നും ഇവിടെ തകരാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങളുടെ ടീമിലുള്ളവർ പുറത്ത് അതോ ഇതോ പല പരദൂഷണങ്ങളൊക്കെ പറയും. ഇതിലേ കേട്ടിട്ട് അപ്പുറത്തേ വിട്ടേക്കുക. അല്ലാണ്ട് അതോർത്ത് ചില ആള് വിളിച്ചിട്ട് കരയുന്നു, സാറേ എന്നെ അങ്ങനെ പറഞ്ഞു സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ, ഇതാണ് സാറേ. എന്തിനാണ് നമ്മൾ പറയുന്നത്, അല്ലെ? നമ്മൾ ചിരിച്ചു തള്ളുക എന്നുള്ളതാണ്. അതൊക്കെ ചിരിച്ചു തള്ളുക, എല്ലാത്തിനും ചിരിയോടുകൂടി നമുക്ക് നേരിടാം. അവരോട് ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷവും അവരെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാനുള്ള ദേഷ്യം ഒന്നും വേണ്ട നമുക്ക്, മനസ്സിലായ? ചിരിച്ചത് അവിടെ നമ്മൾ മാനസികമായിട്ട് എത്രയോ ലെവലിലേക്ക് നമ്മൾ ഉയരും. നമ്മളൊരു വലിയൊരു ലെവലിലേക്ക് ഉയരും. ആ സമയത്ത് നമ്മൾ ആരുമായിട്ട് മാറുകയാണ്, ദൈവതുല്യരായ മാറും നമ്മള്. ആ സമയത്താണ് നമ്മളിലേക്ക് സമൃദ്ധി ഇങ്ങനെ വരുന്നത്. നമ്മളെ കുറിച്ച് പറഞ്ഞു ഉടനെ അവനെ വിളിച്ചു, നീ എന്നാ എന്നെ കുറിച്ച് പറഞ്ഞത്, മറ്റേവനെ ഇങ്ങോട്ട് ഒന്നിനും പോകണ്ട കേട്ടാ. നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് നല്ല വിമർശനം ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. നമ്മൾ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് പ്രീത മേഡം മുന്നോട്ട് പോയപ്പോ പ്രീതി മേഡത്തിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? പല പ്രശ്നങ്ങൾ ഉണ്ടാവും, ടീമിനകത്ത് പ്രശ്നം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതിനേക്ക് അതിജീവിച്ച് പോകാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ പുതിയ ടീമിലേക്ക് അവർ കൊടുത്തു, നല്ല ടീമിനെ ബിൽഡ് ചെയ്തു. സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ പ്രീതി മേഡം, ഒരു സംശയമില്ല കാര്യത്തിൽ. എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എറണാകുളം BOP എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചെല്ലുമ്പോഴേക്ക് പ്രോഗ്രാം തുടങ്ങി കഴിയുമ്പോഴേക്കുണ്ട് ഇവര് വരുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. കോഴിക്കോട് കാർ എടുത്തിട്ട് എറണാകുളത്തേക്ക് വന്നിരിക്കുന്നു 2 പേരെ കാണാൻ വേണ്ടിയിട്ട്.
മറ്റു ലീഡേഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? അവിടെയുള്ള ലീഡേഴ്സിനെ പറയും, എന്റെ 2 പേര് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, സാർ ഒന്ന് നോക്കണേ. ശരി, ഓക്കെ, പരിപാടി കഴിഞ്ഞല്ലോ. ഇതല്ല, ഇവരവിടുന്ന് അപ്ലൈൻ ഗിരീഷ് സാറും പ്രീതി മാഡും ഒക്കെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ പറഞ്ഞു, സാറേ ഞങ്ങളുടെ 1-2 ഗസ്റ്റ് വരാനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ. അങ്ങനെ എവിടെ പ്രോഗ്രാം ഉണ്ടോ അവിടെയൊക്കെ വളരെ സജീവ സാന്നിധ്യം ആയിട്ടാണ് പ്രീതി മാഡും ടീമൊക്കെ വർക്ക് ചെയ്യുന്നത്. ടീം ഒന്നും നോക്കാതെ തന്നെ അവർ എല്ലാ സപ്പോർട്ടും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ആ ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, സോറി, അവരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏൽപ്പിക്കാം. തോണ്ടിക്കൊണ്ടുപോകോ മാന്തിക്കൊണ്ടുപോകോ ഒന്നുമില്ല. കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് വയനാട്ടിലൊക്കെ ടീം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തോളൂ. അവർക്ക് വയനാട്ടിൽ നല്ല ടീമുണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ എല്ലാ ജില്ലകളിലേക്കും ടീമിനെ വ്യാപിച്ചുകൊണ്ട് അടുത്ത തിരുവോണം 2027 തിരുവോണമാകുമ്പോഴേക്കും ഒരു കോടീശ്വര പദവിയിലേക്ക്, ഒരു കോടീശ്വരിയായിട്ട് നമ്മുടെ പ്രീതി മേഡം മാറും. പ്രീതി മേഡത്തിന്റെ ടീമിലും അതിന് പറ്റിയ ആളുകളുണ്ട്, അപ്ലൈ ലീഡേഴ്സ് ഉണ്ട്. എല്ലാവരും മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ബയോട്ടോറിയം വേറെ ലെവലില്ല, ബയോട്ടോറിയം വേറെ ലെവലിലാണ്. അപ്പൊ കമ്പനിയിലേക്ക് പല ലീഡേഴ്സിന്റെയും കോൾ ഇന്നലെ രാത്രിയിലൊക്കെ ചെന്നിട്ട്, ഇന്നലെ രാത്രി സാഗർ സാറ് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകൾ കൂടി ഐഡി അടിക്കാൻ ബാക്കിയുണ്ട് അത്രേ സാറേ. അവർക്ക് ഇന്നലെ KYC ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് അവർക്കൊരു അവസരം കൊടുക്കണം. ഇത് ലാസ്റ്റ് ചാൻസ് ആണല്ലോ. ബൂസ്റ്റർ എടുത്ത ആളുകളുണ്ട്, ഫാമിലി എടുത്ത ആളുകളുണ്ട്, അതുകൊണ്ട് അവർക്കൊരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കുറെ ലീഡേഴ്സ് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും നാളെയും കൂടെ മാത്രം ആ അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടീമിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നും നാളെയും, അതായത് നാളെ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച രാത്രി 12 മണിക്ക് അത് തീരും. ഇനി അതിനുശേഷം എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല കേട്ടോ. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഫസ്റ്റ് കട്ട് ഓഫ് തുടങ്ങുന്നവിടെ. തിങ്കളാഴ്ച പറഞ്ഞ 6-ാം തീയതി, ജൂലൈ 6-ാം തീയതി രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ടത്തെ 5 മണിക്കാണ് കട്ട് ഓഫ്. ആ കട്ട് ഓഫ് ആണ് നമ്മുടെ ആദ്യത്തെ 50,000 1,00,000 രൂപയുടെ കട്ട് ഓഫ് വരാൻ വേണ്ടി പോകുന്നത്. 1,00,000 രൂപയുടെ കട്ട് ഓഫ് ആണ് കേട്ടോ. അതിനകത്ത് എല്ലാവരും വരുമാനം വാങ്ങണമെന്ന് എനിക്ക് പറയാൻ. അതുകൊണ്ട് സമയമുണ്ട്, ഇന്ന് മുതൽ ഫീൽഡിലേക്ക് ഇറങ്ങണം അല്ലെ. ഇന്ന് ശനിയാഴ്ച, ശനിയും ഞായറും കൊണ്ട് പരമാവധി എൻട്രീസ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ഐഡിയ ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് അന്നത്തെ ദിവസം കട്ട് ഓഫും കൂടിയാണ്. ഇന്ന് 4-ാം തീയതി ആണല്ലോ, ഇന്ന് പേ ഔട്ട് വരുന്ന ദിവസമാണ് 4, 5, 6, മനസ്സിലായ? 6-ാം തീയതി കട്ട് ഓഫ് ഡേയും കൂടിയാണ്. അത് നല്ലതായിട്ട് നമുക്ക് അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 6-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് എല്ലാവരും എൻട്രി വെക്കുക. എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് കട്ട് ഓഫിൽ തന്നെ കേരളത്തിൽ നമ്മുടെ പുതിയ ഇൻകം വാങ്ങണം. സലീം കാ, മനസ്സിലായ? അവിടെ കുറച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പൊ ഇറങ്ങണം വീട്ടിൽ നിന്ന് പുറത്തേക്ക്. ഇൻകം വാങ്ങണം. കേരളത്തിൽ എത്ര പേര്, ഒരു 100 പേരെങ്കിലും മിനിമം ഇൻകം വാങ്ങണം. ഇതിന്റെ സ്ക്രീൻഷോട്ട് തന്നെ നമുക്ക് സാഗർ സാറിന് അയച്ചു കൊടുക്കണം. കേരളത്തിൽ ലീഡേഴ്സ് എല്ലാം തന്നെ സാറേ ഞങ്ങളുടെ ഫസ്റ്റ് കട്ട് ഓഫിൽ ഇതാ വരുമാനം വാങ്ങിച്ച ആളുടെ ലിസ്റ്റ് ഒരു 100 PV എങ്കിലും, അല്ലെങ്കിൽ ഒരു 50 PV എങ്കിലും, ഒരു 2,000 രൂപയെങ്കിലും വാങ്ങാനുള്ള ഒരു തീരുമാനം, ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം ഇപ്പൊ നിങ്ങൾ ഈ സൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. 2 ദിവസം നമുക്ക് സമയമുണ്ട്. തിങ്കളാഴ്ച ഉച്ചവരെ, തിങ്കളാഴ്ച 5 മണി വരെ, വൈകിട്ട് 5 മണി വരെയുള്ള കട്ട് ഓഫിലേക്ക് മാറ്റി. ഓക്കെ, അത് നമുക്ക് വലിയൊരു അവസരമായിട്ട് ഉപയോഗിക്കാവുന്ന. അതാണ് അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നലെ ഞാൻ പാലായിൽ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രീകുമാർ സാറിന്റെ ടീമിന്റെ ഒരു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അവിടെ ഒരു നല്ലൊരു പാസ്റ്ററും ടീമൊക്കെ വന്ന് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പാസ്റ്റർക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ലായിരുന്നു. പറകോട്ട് നോക്കണമെങ്കിൽ ശരീരം മൊത്തം തിരിഞ്ഞിങ്ങനെ നിൽക്കണമായിരുന്നു, മനസ്സിലായ? കഴുത്ത് അനക്കാൻ പറ്റില്ല, എത്രയോ വർഷങ്ങളായിട്ടില്ലായിരുന്നു. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ദൈവസ്പർശം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് കറക്റ്റായി നല്ല റിസൾട്ട് വന്നു. അതുകൊണ്ട് ഇന്നലെ അവിടെ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും വന്നത് കുറെ നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെയും. ആ രീതിയിൽ നല്ലൊരു മൂവ്മെന്റ് നമ്മൾ പാലാ കേന്ദ്രീകരിച്ചിട്ടുണ്ടാക്കുന്ന ജോണി സാർ ഉണ്ടായിരുന്നു അവിടെ. ജോണി സാറും നമ്മുടെ ത്രേസ്യാമ്മ മേഡത്തിന്റെ മകളും ഉണ്ടായിരുന്നു. അടിപൊളി ആയിട്ട് നല്ലൊരു പ്രോഗ്രാം ഇന്നലെ അവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്, നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ ടീമിലേക്ക് ചെറിയ ചെറിയ പോക്കറ്റ് പ്രോഗ്രാമുകൾ വെച്ച് സാധാരണക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. വലിയ വലിയ പ്രോഗ്രാം സെന്ററിലേക്ക് ലോക്കലായിട്ടുള്ള ആളുകൾക്ക് പലർക്കും വരാൻ അസൗകര്യം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ എന്ത് ചെയ്യുക, ലോക്കലായിട്ട്, മനസ്സിലായ? ഓരോ സ്ഥലങ്ങളും ഇപ്പൊ തിരുവമ്പാടിയോ ഇല്ലേ, പേരാമ്പ്രയോ, അതാത് പ്രദേശങ്ങൾ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നു. എല്ലാവരും ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്ത് ചെയ്യണം. ഇനി നമ്മുടെ പുതിയ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടു കാണും. 5 lakhs and above അച്ചീവേഴ്സ്, 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കിട്ടിയ ആളുകൾക്ക് അവരുടെ പ്രോഗ്രാം സെന്ററുകൾ സെപ്പറേറ്റ് ഉണ്ടാകണം. എവിടെയൊക്കെയാണ് നിങ്ങൾ പ്രോഗ്രാം നടത്തി എന്നുള്ളതിന്റെ ഫോട്ടോസ് വേണം, അതിന്റെ വീഡിയോസ് വേണം, അതിന്റെ കവറേജ് വേണം. നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ അച്ചീവർ ആയിട്ടുണ്ട്, ഹോം മീറ്റിംഗുകൾ എവിടെ നടത്തിയിട്ടുണ്ട് മുതലായ കാര്യങ്ങളെല്ലാം കമ്പനിയെ അറിയിക്കേണ്ടതുണ്ട്.
അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് കാശ് മേടിക്കാന്ന് ആരും വിചാരിക്കരുത്. കാരണം വാരിക്കോരിയാണ് കാശ് തരുന്നത് ഇപ്പൊ സ്ഥാനത്ത്. എവിടെയോ ഒരു ഇടിയടിച്ചിട്ട് അപ്പുറം ഇപ്പുറം ആരൊക്കെയോ വന്ന് ആ പാവങ്ങളെ രാവും പകലും ഫീൽഡ് പോയി വർക്ക് ചെയ്യുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ പോയി വർക്ക് ചെയ്തുകൊണ്ട് മറ്റേ കമ്പനി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇതിനകത്തുനിന്ന് കിട്ടുന്ന കാശും കൂടി മേടിക്കുക, അതിന്റെ ഇടക്ക് വന്നിട്ട് തല കാണിക്കുക, അങ്ങനെയുള്ളവർക്കൊന്നും വരുമാനം കമ്പനി കൊടുക്കില്ല. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ സർക്കുലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട്, കണ്ടു കാണും അല്ലെ. കട്ടക്ക് ടീമിന്റെ കൂടെ നിൽക്കണം, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. അപ്പോ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചോദ്യം ഉണ്ടാവും, അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. പിന്നെ ടീമിനെ ചേർത്ത് പിടിച്ച് നിർത്തണം എല്ലാവരും, എന്നാലേ നമുക്ക് വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് ടീം ബിസിനസ് ആണ്, മനസ്സിലായ? ഇന്നലെ ഞാൻ പറഞ്ഞ കണക്കെ നമ്മളിവിടെ ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയാൻ ഇറങ്ങിയ ആളാണ്, നമ്മൾ പണിക്കാരല്ല, മനസ്സിലായ? പണിക്കാരാണ് ഫാമിലി വളത്തിന് പറയുന്നത്. ഇത് പണിക്കാരല്ല, നമ്മളെന്താ, നമ്മൾ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുക. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അടുത്ത 5 വർഷം ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് അടുത്ത 5 വർഷം നിങ്ങൾ കട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇല്ലേ, 5 വർഷം കട്ടക്ക് ഏകദേശം ഒരു 20 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. 20 കോടി രൂപ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ജീവിതത്തിൽ പണിയെടുക്കണ്ട, ജീവിതത്തിൽ പണിയെടുക്കണ്ട. 5 വർഷം രാപ്പിനെ പകലാക്കാൻ തയ്യാറാക്കണം. മഴയും വെയിലും പ്രകൃതി തരുന്നതാണ്. മഴ കൊള്ളണം, വെയിൽ കൊള്ളണം. കാട്ടിലെ മൃഗങ്ങൾ മഴയും വെയിലും കൊള്ളുന്നില്ലേ? അവരെവിടെയാ ഓടി ഒളിക്കുന്നത് അല്ലേ? ആ മരത്തണലിൽ നിൽക്കും കുറച്ചൊക്കെ, എന്നാലും വെയിൽ കൊള്ളില്ലേ, എന്നാലും മഴ കൊള്ളില്ലേ, പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ ഇല്ലേ? ആരെങ്കിലും കമ്പിളിപ്പതപ്പ് കൊണ്ടു കൊടുക്കുന്നുണ്ടോ? തണുപ്പത്ത് കമ്പിളിപ്പതപ്പ് കൊണ്ടു കൊടുക്കുന്നുണ്ടോ? അത് പ്രകൃതിയുടെ നിയമമാണ്. ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് നിങ്ങൾ മഴയത്തും വെയിലത്തും രാവും പകലും ഒരു 5 വർഷം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാവും. ആരും റെഡിയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, മനസ്സിലായ? അത്ര എനിക്ക് പറയാനുള്ളൂ. 5 വർഷം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 വർഷം ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. സ്ട്രോങ് പ്ലാറ്റ്ഫോമിലുള്ളത്, ഒരു സംശയവും വേണ്ട. പിന്നെ 5 വർഷം കഴിഞ്ഞാൽ 20 കോടി കഴിഞ്ഞാൽ തീർന്ന ആദ്യം 200 കോടി ആവാം. പിന്നെ നമ്മുടെ ഒരു പണിയും വേണ്ട, അത് തനിയെ 200 കോടിയായിരിക്കും. ഇത് ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി പോകുന്ന പ്രസ്ഥാനമാണ് കേട്ടാ. ഇത് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ അല്ലേ, അത്രയും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാ. എല്ലാ രാജ്യങ്ങളിലും ലോഞ്ച് ചെയ്യും, ഒരു സംശയം വേണ്ട. അതിനെ പറ്റി കപ്പാസിറ്റിയുള്ള തന്റെ ഇടമുള്ള വ്യക്തിത്വമാണ് ഇതിന്റെ CMD ഡോക്ടർ സാഗർ ജോഷി സാർ അല്ലെ. ഒരു സംശയം വേണ്ട. സമയം കുറേ സോറി, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്റെ കുഴപ്പം. അതുകൊണ്ട് എല്ലാവരും ആവേശത്തോടെ ഏറ്റെടുക്കുക. ഇന്നിറങ്ങണം, പുതിയ പുതിയ ആളുകളിലേക്ക് ഇറങ്ങണം, പുതിയ പുതിയ ആളുകളിലേക്ക് കമ്പനിയിലേക്ക് വരാൻ തുടങ്ങിയിട്ട് മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ടോപ്പ് ലീഡേഴ്സിനെ നിങ്ങൾക്ക് സമീപിക്കാനുള്ള, ആഗ്രഹത്തോടുകൂടി സമീപിക്കാനുള്ള ഒരു അവസരം ഇതാ സംജാതമായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇത്രയും നല്ലൊരു ഇൻകം, ഒരു ദിവസം 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ഇന്ത്യയിലുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് ഇബയോട്ടോറിയം. ഒരു സംശയം ഒരു ഡെപ്പോസിറ്റ് ആണ്, പവർ സൈഡ് ഒരു ഡെപ്പോസിറ്റ് ആയി കണക്കാക്കിക്കൊണ്ട് ഓരോ എൻഗേജ്മെന്റ് നമുക്ക്, ഓരോ വിഡ്രോ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പവർ ടീമിനെ ആദ്യം ബിൽഡ് ചെയ്യുക, മണി ടീമിലേക്ക് പോവുക. ഓരോ ദിവസവും നമുക്ക് ഹ്യൂജ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഒരു ടീമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, വിജയാശംസകളോടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇനി നാളെ രാവിലെ പ്രോഗ്രാമില്ല, നാളെ രാത്രി നമ്മുടെ DOP ഉണ്ടാവും. നാളെ സൺഡേ ആണ്. എല്ലാവരും പുതിയ ഗസ്റ്റുകളുമായിട്ട് അവനത്തേക്ക് കയറണം. ഈ 100-150 കൊണ്ട് ഇനി വരണ്ട കേട്ടാ. ഓരോരുത്തർക്കും ഞാൻ ടാർഗറ്റ് തരികയാണ്. അതിനകത്ത് ഇരിക്കുന്ന ഓരോരുത്തരും മുഖം എനിക്കുണ്ട്, ഇപ്പം ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തർ 5 പേരെങ്കിലും ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം. എന്താ പങ്കെടുപ്പിക്കാത്ത? നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കൂടുതൽ ടീമുണ്ട് ഇല്ലേ, നിർബന്ധമായിട്ടും അതിനകത്ത് പങ്കെടുപ്പിക്കണം. അത് നമ്മുടെ ഒരു വിജയത്തിന്റെ എന്താ പറയാ ഒരു മാനദണ്ഡമാണ് സുഹൃത്തുക്കളെ. ഒരു പാർട്ടി പ്രവർത്തനം ഇന്ന് നാളെ പ്രകടനം ഉണ്ട് എന്ന് പറയുമ്പോ എല്ലാവരും വീട്ടിലിരിക്കുവോ? വീട്ടിലിരുന്നാൽ വേറെ നമ്പർ വരും, എന്താ വരാന്ന് ചോദിക്കും ഇല്ലേ. പിറ്റേ ദിവസം തെങ്ങും വാഴയൊന്നും ഉണ്ടാവില്ല അവിടെ, മനസ്സിലായ? പ്രകടനം ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കൊള്ളണം അവിടെ. എന്നിട്ട് അങ്ങനെ തന്നെ സിന്ദാബാദ് വിളിച്ചിട്ട് പറയുക, ഇങ്ങനെ നടക്കണം, മനസ്സിലായോ? എണ്ണം കാണിക്കണം, തല കാണിക്കണം അവിടെ. അതുപോലെ ആയിരിക്കും സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും 5 കയറാൻ പറയണം. മീറ്റിംഗിലേക്ക് കയറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾ വർക്കിന് വരില്ല, എന്നെ വിളിക്കേണ്ടെന്ന് പറയണം. സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് ഞായറാഴ്ച നടക്കുന്ന പ്രോഗ്രാമിൽ ഒരു 300 പേരെങ്കിലും നിങ്ങൾ പങ്കെടുപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പല ലീഡേഴ്സും പല സമയത്തും അതിനകത്ത് പങ്കെടുക്കുന്നില്ല. ഇത് കേട്ടതന്നെയല്ലേ കേൾക്കുന്നത്, കേട്ടതന്നെ കേൾക്കാനുള്ളൂ അല്ലെ. കേട്ടതന്നെ കേട്ടിട്ട് എന്ത് നേടി? എത്ര നേടി?
അല്ലെ നേടുന്നവരെ കേൾക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ്. നേടുന്നവരെ കേൾക്കാനുള്ള ആർജവം ഉണ്ടാകണം. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പ്രോഗ്രാം വമ്പിച്ച വിജയമാക്കി മാറ്റണം. പുതിയ ഒരു അല്ലെ ഒരു എന്താ പറയുക ഒരു ബ്ലാസ്റ്റിംഗ് ആണ് ബയോട്ടോറിയത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഞായറാഴ്ചത്തെ BOP കൂടിയിട്ട് നമ്മൾക്ക് 500 പേരിലേക്ക് ഇൻ ഫ്യൂച്ചർ എത്തുന്ന രീതിയിലേക്ക് മാറ്റണം. കാരണം നമ്മുടെ ഇത് ആവശ്യമാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ഗസ്റ്റുകളെ ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും എത്തുക. അതിനു വേണ്ടിയിട്ട് ഇന്ന് തന്നെ എല്ലാവരെയും ഞായറാഴ്ചത്തെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ ആവേശത്തോടെ കൂടുതൽ പ്രതീക്ഷയോട് കൂടിയിട്ട് അല്ലെ I can do it. Today is my day. God is always with me. I am a winner എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ്.